കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അറൈവൽ ടെർമിനൽ. പ്രവാസി മലയാളി കുടുംബങ്ങളും ബിസിനസ് യാത്രക്കാരും നിറഞ്ഞ അന്തരീക്ഷം. ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകളിൽ വിമാനങ്ങളുടെ സമയവിവരങ്ങൾ തെളിഞ്ഞു കത്തുന്നു. ആ തിരക്കിനിടയിലും ഒറ്റ നോട്ടത്തിൽ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രൗഢ ഗാംഭീര്യമുള്ള വ്യക്തിത്വം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വിശ്വനാഥൻ. കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണെങ്കിലും ആ മുഖത്ത് ഇപ്പോഴുള്ളത് ഒരു വലിയ വ്യവസായിയുടെ ഗർവല്ല, മറിച്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ ഏക മകൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ഒരു സാധാരണ അച്ഛന്റെ ആകാംക്ഷയും ആനന്ദവുമാണ്. പട്ടുതുണി കൊണ്ട് നെയ്ത കസവുമുണ്ടും ബ്രാൻഡഡ് ഷർട്ടുമണിഞ്ഞ് കയ്യിലെ ലക്ഷങ്ങൾ വിലയുള്ള വാച്ചിലേക്ക് അദ്ദേഹം ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഡ്രൈവറും സഹായിയുമായ ശേഖരൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. കയ്യിൽ വിദേശത്തു നിന്ന് വരുന്ന വിശ്വനാഥന്റെ മകൻ വിജയ് വിശ്വനാഥ് എന്ന പേരെഴുതിയ ബോർഡുമുണ്ട്. വിശ്വനാഥൻ അക്ഷമയുടെ വാച്ചിലേക്ക് നോക്കി. എന്താടോ ശേഖര ഇത്? ഈ ക്ലോക്കിലെ സൂചികൾക്ക് ഇന്ന് എന്താ എത്ര മടി? വളരെ സ്ലോയിലാണല്ലോ ഓടുന്നത്. എന്റെ വാച്ചും സ്ലോ ആയതുപോലെ തോന്നുക. ഇത് കേട്ട് ശേഖരൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാച്ചിനൊന്നും ഒരു കുഴപ്പവുമില്ല സാർ. സാറിന്റെ മനസ്സിലെ സന്തോഷം വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നത് കൊണ്ടാ. മോൻ വരികയല്ലേ? വർഷം 5 ആയില്ലേ അവൻ ലണ്ടനിലേക്ക് പോയിട്ട്? ഇത് കേട്ട് വിശ്വനാഥൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, അതേടാ, പഠിക്കാൻ പോയതാ. പക്ഷെ അവിടെ ചെന്നിട്ട് അവൻ ആ നാട്ടുകാരനായി മാറി. ഫോൺ വിളിച്ചാൽ പോലും എപ്പോഴാ വരികയെന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞു മാറും. ഇന്ന് അവൻ വരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശേഖര, വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? വിജയ് കയറി വരുമ്പോൾ നിലവിളക്കും ആരതിയും ഒക്കെയായി സ്വീകരിക്കണം. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര സന്തോഷിച്ചേനെ. ആ സമയത്താണ് വിമാനത്താവളത്തിന്റെ സ്പീക്കറിലൂടെ ലണ്ടനിൽ നിന്നുള്ള വിമാനം ലാൻഡ് ചെയ്തെന്ന അനൗൺസ്മെന്റ് വരുന്നത്. വിശ്വനാഥന്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹം വിമാനത്താവളത്തിന്റെ എക്സിറ്റ് ഗേറ്റിലേക്ക് നോക്കി നിന്നു. എക്സിറ്റ് ഗേറ്റിലൂടെ ആധുനിക വസ്ത്രധാരണ രീതിയിലുള്ള യാത്രക്കാർ പുറത്തേക്ക് വന്നു. അവരുടെ ഇടയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു യുവാവ് നടന്നു വരുന്നു. കറുത്ത സൺഗ്ലാസ് വെച്ച് നീല ജീൻസും ബ്രൗൺ ലെതർ ജാക്കറ്റും അണിഞ്ഞ് കയ്യിൽ ഒരു ചെറിയ ട്രാവൽ ബാഗ് മാത്രം തൂക്കി ഹെഡ്ഫോണിൽ പാട്ടും കേട്ട് സ്റ്റൈലിഷായി നടന്നു വരുന്ന വിജയ്. പാശ്ചാത്യ സംസ്കാരം അവന്റെ ശരീരഭാഷയിലും നടത്തത്തിലും പൂർണ്ണമായും പടർന്നു പന്തലിച്ചിരുന്നു. അവനെ കണ്ടതും വിശ്വനാഥൻ കൈകൾ ഉയർത്തി കാണിച്ചു. വിജയ് സൺഗ്ലാസ് മാറ്റി അച്ഛനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അടുത്തേക്ക് വന്നതും വിശ്വനാഥൻ അവനെ കെട്ടിപ്പിടിക്കാൻ കൈകൾ നീട്ടി. എന്നാൽ വിജയ് വിദേശി ശൈലിയിൽ അച്ഛനെ കൈകളിൽ പിടിച്ച് ഒരു ഹാൻഡ് ഷേക്ക് നൽകി. ചുമലിൽ തട്ടി. ഹായ് ഡാഡ്, യു ലുക്ക് ഗ്രേറ്റ്. എന്നെ സ്വീകരിക്കാൻ ഇത്ര നേരത്തെ വരണമായിരുന്നോ? വിശ്വനാഥൻ കെട്ടിപ്പിടിക്കാൻ കഴിയാത്തതിന്റെ ചെറിയ നിരാശയോടെ എങ്കിലും സ്നേഹത്തോടെ പറഞ്ഞു. നീ വരുമ്പോൾ അച്ഛൻ വരാതിരിക്കുന്നത് എങ്ങനെയാ മോനെ? വാ, വണ്ടി പുറത്തുണ്ട്. ശേഖരൻ ഓടി വന്ന് വിജയുടെ ബാഗ് വാങ്ങാൻ കൈ നീട്ടി. വരൂ മോനെ. വിജയ് ബാഗ് കൊടുക്കാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ ശേഖരൻ, എന്റെ ബാഗ് ക്യാരി ചെയ്യാൻ എനിക്കറിയാം. വിദേശത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, അതാണ് ലൈഫ്. വിശ്വനാഥൻ ശേഖരനെ നോക്കി ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. തന്റെ മകൻ വിദ്യ നേടി തിരികെ എത്തിയിരിക്കുന്നു. പക്ഷെ അവന്റെ ചിന്തകൾ തങ്ങളുടെ നാട്ടുനടപ്പിൽ നിന്നും വളരെ ദൂരെയാണെന്ന് ആ ആദ്യ നിമിഷത്തിൽ തന്നെ ആ അച്ഛൻ തിരിച്ചറിയുകയായിരുന്നു. ആഡംബരക്കാർ കൊച്ചിയുടെ തിരക്കേറിയ റോഡുകളിലൂടെ വിശ്വനാഥന്റെ ബംഗ്ലാവിലേക്ക് കുതിച്ചു. പിൻസീറ്റിൽ വിശ്വനാഥനും വിജയും ഇരുന്നു. വിജയ് ടാബ്ലറ്റിൽ എന്തോ ബിസിനസ് ഗ്രാഫുകൾ നോക്കുന്ന തിരക്കിലാണ്. വിശ്വനാഥൻ മകന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. വിജയ്, ബിസിനസ് കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം. നീ നാട്ടിലെ കാറ്റും വെളിച്ചവും ഒക്കെ ഒന്ന് ആസ്വദിക്ക്. നമ്മുടെ തറവാട്ടിലെ വിശേഷങ്ങൾ. വിജയ് ടാബ്ലറ്റിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. ഡാഡ്, ലണ്ടനിലെ പുതിയ പ്രോജക്റ്റിന്റെ ഷെയർ മാർക്കറ്റ് വാല്യൂ കുറയുകയാണ്. നമ്മൾ ഉടനെ തന്നെ പുതിയ ചില ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം. ടൈം ഈസ് മണി. ഡാഡ്, നാടിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേട്ട് വിശ്വനാഥൻ പറഞ്ഞു. പണം മാത്രം പോരെ വിജയ് ജീവിതത്തിൽ. നിനക്കിപ്പോൾ 27 വയസ്സായി. നിന്റെ പഠിത്തം കഴിഞ്ഞ് ഇനി നീ നമ്മുടെ ബിസിനസ് ഏറ്റെടുക്കണം. അതിനൊപ്പം തന്നെ അച്ഛന് മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. വിജയ് ടാബ് ലോക്ക് ചെയ്ത് അച്ഛനെ നോക്കി. എന്താ ഡാഡ്? ഏതോ ഒരു ബിസിനസ് ഡീൽ പോലെ സംസാരിക്കുന്നല്ലോ. ബിസിനസ് അല്ല മോനെ, നിന്റെ കല്യാണം. എന്റെ പ്രായത്തിലുള്ള എന്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. എനിക്കും ഒരു കൊച്ചുമകനെ കളിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. നിനക്ക് അനുയോജ്യമായ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കല്യാണം എന്ന വാക്ക് കേട്ടതും വിജയുടെ മുഖഭാവം മാറി. അവന്റെ ചുണ്ടുകളിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അവൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കി. കല്യാണമോ? ഡാഡ്, ആർ യു സീരിയസ്? ഈ 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ ആളുകൾ ഈ മാരേജ് എന്ന ഔട്ട്ഡേറ്റഡ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കല്യാണം എന്നത് വെറും അനാവശ്യമായൊരു തടവറയാണ്. ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സഹിക്കുക, അവളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സ്വാതന്ത്ര്യം പണയം വെക്കുക. നോ ഡാഡ്, എന്നെ അതിന് കിട്ടില്ല. വിശ്വനാഥൻ ഇത് കേട്ട് ഞെട്ടലോടെ പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്ന വിജയ്? കല്യാണം എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. 2 മനസ്സുകൾ ഒന്നാകുന്ന പവിത്രമായ ബന്ധം. അതൊക്കെ നിങ്ങളുടെ പഴയ ജനറേഷന്റെ വിഡിത്തങ്ങളാണ്. ലണ്ടനിൽ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു, താല്പര്യമില്ലെങ്കിൽ പിരിയുന്നു. അവിടെ ആരും ഈ പവിത്രതയും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാറില്ല. എനിക്ക് എന്റെ കരിയറാണ് പ്രധാനം. പ്രണയത്തിനും കല്യാണത്തിനും എനിക്ക് ഒട്ടും വിശ്വാസമില്ല. സോ പ്ലീസ്, ആ വിഷയം ഇവിടെ വെച്ച് നിർത്താം. വിശ്വനാഥൻ മകന്റെ വാക്കുകൾ കേട്ട് മറുപടിയില്ലാതെയിരുന്നു.
മകന്റെ ചിന്തകൾ എത്രമാത്രം അപകടകരമായ രീതിയിലാണ് വളർന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഭയത്തോടെ മനസ്സിലാക്കി. ഈ സമയം നഗരത്തിലെ ഒരു ഇടത്തരം കോളനിയിലെ ചെറിയൊരു വീട്. വീടിന്റെ ഉമ്മറത്ത് തുളസിത്തറയ്ക്ക് മുന്നിൽ ഒരു പെൺകുട്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്നു. പ്രിയ. വെളുത്ത സൽവാർ അണിഞ്ഞ് മുടി ഭംഗിയായി പിന്നിക്കെട്ടി നെറ്റിയിൽ ചെറിയൊരു ചന്ദനക്കുറിയുമായി നിൽക്കുന്ന പ്രിയ ഭാരതീയ നാടൻ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അവളുടെ കണ്ണുകളിൽ നിഷ്കളങ്കതയുണ്ടെങ്കിലും അതിനു പിന്നിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ തനിയെ ചുമക്കുന്ന ഒരു സ്ത്രീയുടെ ദൃഢതയുണ്ടായിരുന്നു. പ്രിയ പ്രാർത്ഥന കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ അമ്മ ഭാരതി കട്ടിലിൽ കിടന്ന് ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് കടുത്ത ഹൃദ്രോഗമാണ്. അനിയത്തി മീനു കോളേജിൽ പോകാൻ തയ്യാറെടുക്കുന്നു. പ്രിയ അമ്മയ്ക്ക് മരുന്നെടുത്തു കൊടുത്തു. അമ്മേ, ഈ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം. ഞാനിന്ന് ഓഫീസിൽ ഇത്തിരി വൈകും. വിശ്വനാഥ സാറിന്റെ മകൻ ഇന്ന് വിദേശത്ത് നിന്ന് വരുന്നുണ്ട്. ഓഫീസിൽ ചില പ്രത്യേക മീറ്റിംഗുകളുണ്ട്. ഭാരതി മകളുടെ കൈകളിൽ പിടിച്ച് സങ്കടത്തോടെ പറഞ്ഞു. മോളെ പ്രിയ, നിന്റെ ശമ്പളം മാത്രമാ ഈ കുടുംബത്തിന്റെ ആശ്രയം. നിന്റെ അനിയത്തിയുടെ പഠിത്തം, എന്റെ മരുന്ന്, ഇതിനിടയിൽ നിന്റെ കല്യാണപ്രായം കടന്നു പോകുന്നത് നീ ഓർക്കുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് നിനക്കൊരു നല്ല ജീവിതം. പ്രിയ അമ്മയുടെ വായ പൊത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ വെറുതെ വിഷമിക്കാതെ. എനിക്ക് എന്റെ കുടുംബമാണ് വലുത്. വിശ്വനാഥ സാർ ഉള്ളതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അദ്ദേഹം എന്നെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. മീനു നല്ല നിലയിൽ പഠിച്ച് ഒരു ജോലി വാങ്ങട്ടെ. അതിനുശേഷമാകാം എന്റെ കല്യാണം. പ്രിയ അമ്മയെ ആശ്വസിപ്പിച്ച് ബാഗും എടുത്ത് ധൃതിയിൽ ഇറങ്ങി. അവൾ നടന്നു പോകുന്നത് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിലേക്കാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. കുറച്ചു സമയങ്ങൾക്ക് ശേഷം വിജയും വിശ്വനാഥനും വീട്ടിലെത്തി. വീട്ടിലെ വേലക്കാർ വിജയിയെ വരവേൽക്കാൻ ആരതിയുമായി നിന്നെങ്കിലും വിജയ് അത് തട്ടിമാറ്റി അകത്തേക്ക് നടന്നു. അവൻ തന്റെ റൂമിലേക്ക് പോയി വാതിലടച്ചു. വിശ്വനാഥൻ ഹാളിലെ സോഫയിൽ തളർന്നിരുന്നു. തന്റെ ഏകമകൻ തന്റെ സംസ്കാരത്തെയും ആഗ്രഹങ്ങളെയും ഇത്രമാത്രം പുച്ഛിച്ചു തള്ളിയതിൽ അദ്ദേഹത്തിന് ഹൃദയം തളർന്നിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ചീഫ് മാനേജറും പ്രിയയും അങ്ങോട്ടേക്ക് വരുന്നത്. ബിസിനസ് ഫയലുകളിൽ ഒപ്പിടാൻ വേണ്ടിയാണ് അവർ വന്നത്. വിശ്വനാഥന്റെ സങ്കടഭാവം കണ്ടതും പ്രിയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. സാർ, എന്തുപറ്റി? വിജയ് സാർ വന്നിട്ട് സാറെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിശ്വനാഥൻ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിശ്വനാഥൻ പറഞ്ഞു തുടങ്ങി. പ്രിയ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വളർത്തിയത് അവനെ. പക്ഷെ അവന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും വിവാഹത്തിലും ഒട്ടും വിശ്വാസമില്ല. കല്യാണം കഴിക്കില്ലെന്ന് അവൻ ഉറപ്പായിട്ടും പറയുന്നു. ഈ കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം പ്രിയ? എന്റെ കാലശേഷം ഇതൊക്കെ അനുഭവിക്കാൻ ഒരു കുടുംബം അവനും വേണ്ടേ? അവനെ മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. പ്രിയ വിശ്വനാഥനെ ആശ്വസിപ്പിച്ചു. സാർ വിഷമിക്കണ്ട. വിജയ് സാർ വിദേശത്ത് ജീവിച്ചത് കൊണ്ടുണ്ടായ താൽക്കാലിക മാറ്റമായിരിക്കും. ഇവിടെ നമ്മുടെ സ്നേഹവും കുടുംബവും കാണുമ്പോൾ പതുക്കെ മാറിക്കോളും. രാത്രി സമയം ബംഗ്ലാവിലെ ഡൈനിങ് ടേബിളിൽ വിശ്വനാഥനും വിജയും ഭക്ഷണം കഴിക്കാനിരുന്നു. വിശ്വനാഥൻ വീണ്ടും കല്യാണ വിഷയം എടുത്തിട്ടു. ഇത്തവണ വിശ്വനാഥൻ അല്പം കർക്കശമായ സ്വരത്തിലാണ് സംസാരിച്ചത്. വിജയ്, നീ ബിസിനസ് നോക്കണമെങ്കിൽ ഞാൻ പറയുന്ന പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണം. അതെന്റെ അവസാനത്തെ തീരുമാനമാണ്. വിജയ് കയ്യിലെ ഫോർക്കും സ്പൂണും പ്ലേറ്റിലേക്ക് എറിഞ്ഞു. വലിയൊരു ശബ്ദത്തോടെ അത് വീണു. അവൻ എഴുന്നേറ്റ് നിന്നു. ഡാഡി, എന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഞാൻ കല്യാണം കഴിക്കില്ല. അഥവാ ഡാഡിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു നിബന്ധന വെക്കാം. അതിന് ഡാഡി തയ്യാറാണോ? വിശ്വനാഥൻ പ്രതീക്ഷയോടെ അവരെ നോക്കി. എന്താണ് നിന്റെ നിബന്ധന? വിജയ് ക്രൂരമായ ഒരു ഭാവത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ 1 വർഷത്തേക്ക് മാത്രം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം. വെറും 1 വർഷത്തെ കരാർ. ഈ 1 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. 1 വർഷം കഴിയുമ്പോൾ എനിക്ക് അവളോട് പ്രണയമോ ഒരു ഭാര്യയോടുള്ള അടുപ്പമോ തോന്നുകയാണെങ്കിൽ ഞാൻ ഈ വിവാഹം ജീവിതകാലം മുഴുവൻ തുടരും. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും എനിക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി ഡിവോഴ്സ് വാങ്ങും. അവൾ അവളുടെ വഴിക്ക് പോവും, ഞാൻ എന്റെ വഴിക്കും പോവും. അതിനുശേഷം എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതും. ഇതാണ് എന്റെ ഒരേ ഒരു ഓഫർ. വിശ്വനാഥൻ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ കൈകൾ വിറച്ചു. നീ എന്തൊക്കെയായി പറയുന്നേ? 1 വർഷത്തെ കല്യാണമോ? പെണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന വല്ല സാധനവുമാണോടാ? കാലാവധി കഴിയുമ്പോൾ എറിഞ്ഞു കളയാൻ ഏത് അന്തസ്സുള്ള പെൺകുട്ടിയാണ് ഇങ്ങനെയൊരു അപമാനകരമായ കരാറിന് ഒപ്പുവെക്കുക? അത് എന്റെ പ്രശ്നമല്ല ഡാഡ്. ഡാഡിന് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വേണം. ഇതിന് തയ്യാറുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ ഡാഡ് കണ്ടുപിടിക്ക്. ഇല്ലെങ്കിൽ ഈ കല്യാണക്കാര്യം മറന്നേക്ക്. വിജയ് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. വിശ്വനാഥൻ നെഞ്ചി കൈവച്ച് സോഫയിലേക്കിരുന്നു. അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ പ്രിയയുടെ വീട്ടിൽ വലിയൊരു ബഹളം നടന്നു. ചില ഗുണ്ടകൾ അവളുടെ വീട്ടു സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ബ്ലേഡ് പലിശക്കാരാണ് വന്നിരിക്കുന്നത്. പ്രിയയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് വാങ്ങിയ വലിയൊരു തുകയുടെ പലിശ അടയ്ക്കാത്തത് കൊണ്ട് അവർ വീട് ജപ്തി ചെയ്യുകയാണ്. എടീ, നിന്റെ അച്ഛൻ വാങ്ങിയ കാശാണ്. ഇന്ന് പണം തന്നില്ലെങ്കിൽ നിന്റെ രോഗിയായ തള്ളയെയും അനിയത്തിയെയും ഞങ്ങൾ തെരുവിലേക്ക് ഇറക്കും. ഈ വീട് ഞങ്ങൾ ലോക്ക് ചെയ്യും. പലിശക്കാരൻ ദേഷ്യത്തോടെ പറഞ്ഞു. പ്രിയ കരഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ പിടിച്ചു. പ്ലീസ് ചേട്ടാ, അമ്മയ്ക്ക് സുഖമില്ല. പ്ലീസ്, ഞങ്ങളെ ഇറക്കി വിടരുത്. അവർ പ്രിയയെ തള്ളി മാറ്റി. മീനു ഉച്ചത്തിൽ കരഞ്ഞു. കോളനിയിലെ ആളുകൾ നോക്കി നിൽക്കുന്നതല്ലാതെ ആരും സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല. പ്രിയ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിമിഷം.
കാളിയപ്പൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ പോയപ്പോൾ കടവും തീർന്നുവെന്ന് കരുതിയോ? പലിശയും കൂട്ടിച്ചേർത്ത് 10 ലക്ഷം രൂപ ഇന്ന് എനിക്ക് വേണം. തന്നില്ലെങ്കിൽ നിന്റെ ഈ രോഗിയായ തള്ളയെയും അനിയത്തിയെയും ഞാൻ തെരുവിലേക്ക് ഇറക്കും. പ്രിയ കരഞ്ഞുകൊണ്ട് കാളിയപ്പന്റെ കാലിൽ പിടിച്ചു. പ്ലീസ് കാളിയപ്പൻ ചേട്ടാ, അമ്മയ്ക്ക് കടുത്ത ഹൃദ്രോഗമാണ്. ഞങ്ങളിങ്ങനെ വഴിയാധാരമാക്കരുത്. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരൂ. ഞാൻ എങ്ങനെയെങ്കിലും പണം ഒപ്പിച്ചു തരാം. കാളിയപ്പൻ ദേഷ്യത്തോടെ പ്രിയയെ തള്ളി മാറ്റിക്കൊണ്ട് കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സാവകാശമോ? തരാം, ഒടുക്കത്തെ സാവകാശം. ഇപ്പോൾ സമയം രാവിലെ 10 മണി. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണി. അതിനുള്ളിൽ 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ കിട്ടണം. 5 മണിക്ക് 1 മിനിറ്റ് വൈകിയാൽ പോലും ഈ വീടിന് ഞാൻ പൂട്ടിടും. നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ഓർത്തുവെച്ചോ. അവർ ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോയി. ആ വലിയ ആഘാതം താങ്ങാനാവാതെ അമ്മ ഭാരതി നെഞ്ചുപൊട്ടി ബോധം കെട്ട് വീണു. സർക്കാർ ആശുപത്രിയുടെ ജനറൽ വാർഡ്. ഭാരതിക്ക് ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുകയാണ്. പ്രിയയും അനിയത്തി മീനുവും കരഞ്ഞുകൊണ്ട് കട്ടിലിനരികെ നിൽക്കുന്നു. ഡോക്ടർ വന്ന് പ്രിയയോട് സംസാരിച്ചു. പ്രിയ, ഭാരതിയമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. അടിയന്തിരമായി ഒരു സർജറി വേണം. അതിന് ലക്ഷങ്ങൾ ചിലവ് വരും. ഇപ്പോൾ അവരെ ഒട്ടും മാനസികമായി വിഷമിപ്പിക്കരുതും. വീട് നഷ്ടപ്പെട്ടാൽ ആ ഷോക്ക് അവർക്ക് താങ്ങാൻ കഴിയില്ല. ഡോക്ടർ പോയതിനു ശേഷം ഭാരതി പതുക്കെ കണ്ണു തുറന്നു. പ്രിയ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഭാരതിയമ്മ ക്ഷീണിച്ച ശബ്ദത്തിൽ പ്രിയയോട് പറഞ്ഞു, മോളെ പ്രിയ, അച്ഛൻ വരുത്തിവെച്ച കടം കാരണം എന്റെ മക്കളുടെ ജീവിതം തെരുവിലാകുമോ? 5 മണിക്ക് അവർ വീട് പൂട്ടുമെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഈ കിടക്കയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നു മോളെ. അമ്മേ, വിഷമിക്കാതെ. ഞാൻ ആരോടെങ്കിലും കടം ചോദിക്കാം. നമ്മുടെ വീട് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇത് കേട്ട് ഭാരതിയമ്മ വിഷമത്തോടെ പറഞ്ഞു, മോളെ, വേറെ ആരോട് ചോദിക്കാനാണ് ഈ വലിയ തുക? നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ വിശ്വനാഥൻ സാറില്ലേ, നീ അദ്ദേഹത്തോട് ചോദിക്ക്. സ്വന്തം മകളെപ്പോലെയാ നിന്നെ കാണുന്നത് അദ്ദേഹം. അദ്ദേഹം നമ്മളെ സഹായിക്കാതിരിക്കില്ല. ഇത് കേട്ട് പ്രിയ വിഷമത്തോടെ അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലമ്മേ, എനിക്കതിന് കഴിയില്ല. സാറിനോട് ഇനി എങ്ങനെയാ ഒരു സഹായം ചോദിക്കുക? അച്ഛൻ മരിച്ച സമയത്ത് നമ്മുടെ കടങ്ങൾ വീട്ടാനും എന്റെ പഠിത്തത്തിനും ഇപ്പോൾ അമ്മയുടെ ചികിത്സയ്ക്കും ഒക്കെ സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കമ്പനിയിൽ നിന്നും വാങ്ങിയ അഡ്വാൻസ് തുക പോലും ഞാൻ ഇതുവരെ ജോലി ചെയ്ത് തീർത്തിട്ടില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥ പറഞ്ഞ് ഇനിയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലമ്മേ. ഭാരതി കണ്ണുനീരോടെ മകളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മോളെ, നിന്റെ ആത്മാഭിമാനം അച്ഛനെ പോലെ തന്നെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ വഴികളില്ലല്ലോ. 5 മണിക്ക് അവർ വന്ന് വീട് പൂട്ടിയാൽ എന്റെ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? സാറിന് നമ്മൾ ഈ പണം പതുക്കെ അധ്വാനിച്ച് തിരിച്ചു കൊടുക്കും. മോളെ, അമ്മ പറയുന്നത് കേക്ക്. നീ ചെന്നൊന്ന് ചോദിക്ക്. അമ്മ കണ്ണുനീരോടെ നിർബന്ധിക്കുന്നത് കണ്ട് പ്രിയയ്ക്ക് മറുത്തു പറയാൻ കഴിഞ്ഞില്ല. അവൾ ഹോസ്പിറ്റലിലെ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം ഇപ്പോൾ കൃത്യം 4 മണി. പ്രിയ ഞെട്ടലോടെ ഓർത്തു, ദൈവമേ, സമയം 4 മണിയായി. ഇനി വെറും 1 മണിക്കൂർ മാത്രം. 5 മണിക്ക് മുൻപ് കാളിയപ്പന് പണം കൊടുത്തില്ലെങ്കിൽ എല്ലാം തീരും. അമ്മയുടെ കടുത്ത നിർബന്ധത്തിന് മുന്നിൽ മനസ്സില്ലാ മനസ്സോടെ നിറഞ്ഞ കണ്ണുകളോടെ പ്രിയ ബാഗുമെടുത്ത് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി വിശ്വനാഥ് സാറിന്റെ ഓഫീസിലേക്ക് പാഞ്ഞു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വിശ്വനാഥിന്റെ ഓഫീസിലേക്ക് പ്രിയ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അവളുടെ വസ്ത്രങ്ങളൊക്കെ അലങ്കോലപ്പെട്ടിരുന്നു. കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. സാർ, എന്നെ രക്ഷിക്കണം. എന്റെ വീട് പലിശക്കാർ ജപ്തി ചെയ്യുകയാണ്. അമ്മ ബോധമില്ലാതെ ആശുപത്രിയിലാണ്. എനിക്ക് അടിയന്തിരമായി 10 ലക്ഷം രൂപ വേണം സാർ. എന്റെ ശമ്പളത്തിൽ നിന്നും എല്ലാ മാസവും എടുത്തോളൂ സാർ. എന്നെ സഹായിക്കാൻ സാറല്ലാതെ ആരുമില്ല. വിശ്വനാഥൻ പ്രിയയെ നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നിമിഷം വിജയുടെ മുഖവും അവൻ പറഞ്ഞ വിചിത്രമായ കരാറും ഓർമ്മ വന്നു. തന്റെ മകനെ രക്ഷിക്കാനും പ്രിയയുടെ കുടുംബത്തെ രക്ഷിക്കാനും ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ആ വൃദ്ധൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ അത് പ്രിയയോട് ചോദിക്കുന്നത് എത്ര വലിയ ക്രൂരതയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരു ചൂതാട്ടത്തിന് മുതിർന്നു. വിശ്വനാഥൻ മേശപ്പുറത്തിരുന്ന ഒരു വലിയ ഫയൽ എടുത്തു. അതിൽ വിജയ് തയ്യാറാക്കിയ 1 വർഷത്തെ വിവാഹ കരാർ ഉണ്ടായിരുന്നു. വിശ്വനാഥൻ കടുത്ത വേദനയോടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. പ്രിയ, നിനക്ക് ചോദിച്ച പണം ഞാൻ തരാം. നിന്റെ അമ്മയുടെ ചികിത്സയും അനിയത്തിയുടെ പഠിത്തവും ഈ വീടും എല്ലാം ഞാൻ നോക്കാം. പക്ഷെ പകരം നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. പ്രിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് സാർ? സാർ പറഞ്ഞാൽ ഞാൻ ഈ ജീവൻ വേണമെങ്കിലും തരാം. അത്രമേ സാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ വളരെ ഗൗരവത്തോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. എനിക്ക് നിന്റെ ജീവനല്ല വേണ്ടത് പ്രിയ. നിന്റെ 1 വർഷത്തെ ജീവിതമാണ് വേണ്ടത്. എന്റെ മകൻ വിജയെ നീ കല്യാണം കഴിക്കണം. പക്ഷെ അത് ഒരു സാധാരണ കല്യാണമല്ല. വിശ്വനാഥൻ ആ ഫയൽ പ്രിയയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. അതിനൊപ്പം ഒരു പേനയും. ഇതൊരു കരാർ വിവാഹമാണ്. 1 വർഷത്തെ കരാർ. 1 വർഷം നീ എന്റെ മകന്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കണം. 1 വർഷം കഴിഞ്ഞിട്ടും അവന് നിന്നോട് പ്രണയം തോന്നിയില്ലെങ്കിൽ അവൻ നിന്നെ ഉപേക്ഷിക്കും. നീ നിയമപരമായി ഡിവോഴ്സ് നൽകി പടിയിറങ്ങണം. ഇതിന് സമ്മതമാണെങ്കിൽ മാത്രം ഈ പേപ്പറിൽ ഒപ്പിടുക. നിന്റെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും ഞാൻ തീർക്കും. ഈ വാക്കുകൾ കേട്ടതും പ്രിയ ഇടിവെട്ടേറ്റതുപോലെ തരിച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. തന്റെ സ്ത്രീത്വത്തെ, തന്റെ ആത്മാഭിമാനത്തെ വിലയ്ക്ക് വാങ്ങാൻ നോക്കുകയാണോ താൻ ദൈവത്തെ പോലെ കണ്ട മുതലാളി എന്നവൾ ചിന്തിച്ചു. പ്രിയ ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു, സാർ, നിങ്ങൾ ഈ പറയുന്നത് 1 വർഷത്തെ ഭാര്യയോ?
കാലാവധി കഴിയുമ്പോൾ എറിഞ്ഞു കളയുന്ന വെറുമൊരു കളിപ്പാവയോ ഞാൻ? എന്റെ ദാരിദ്ര്യം കണ്ട് നിങ്ങളെന്നെ? വിശ്വനാഥൻ പറഞ്ഞു. അല്ല മോളെ, എനിക്ക് വേറെ വഴിയില്ല. എന്റെ മകന്റെ മനസ്സ് മാറ്റാൻ നിന്റെ കുടുംബത്തിന് മാത്രമേ കഴിയൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അച്ഛൻ നിന്റെ മുന്നിൽ ഭിക്ഷയാചിക്കുന്നത്. നിന്റെ കുടുംബവും രക്ഷപ്പെടും. ആ സമയത്താണ് ഓഫീസ് മുറിയുടെ വാതിൽ തുറന്ന് വിജയ് അകത്തേക്ക് കടന്നു വരുന്നത്. അവൻ തന്റെ കയ്യിലെ കോഫി മഗ്ഗുമായി തികച്ചും പരിഹാസത്തോടെ പ്രിയയെയും അച്ഛനെയും നോക്കി. അവൻ ക്രൂരമായ ചിരിയോടെ പ്രിയയുടെ അടുത്തേക്ക് വന്നു. ഓ, അപ്പോൾ ഡാഡ് കണ്ടുപിടിച്ച ഇര ഇതാണല്ലേ? എന്റെ 1 വർഷത്തെ കരാർ ഭാര്യ. എന്താ പ്രിയ, നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ കോടീശ്വരനായ വിജയ് വിശ്വനാഥിന്റെ കൂടെ 1 വർഷം ബെഡ്റൂം പങ്കിടാൻ നീ തയ്യാറാണോ? ഈ കരാറിൽ ഒപ്പിടാൻ നിന്റെ ആത്മാഭിമാനം അനുവദിക്കുന്നുണ്ടോ? വിജയിന്റെ അങ്ങേയറ്റം അപമാനകരമായ വാക്കുകൾ കേട്ട് പ്രിയയുടെ ചോര തിളച്ചു. അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വിറച്ചുകൊണ്ട് മേശപ്പുറത്തിരുന്ന പേന കയ്യിലെടുത്തു. അവളുടെ കൈകൾ പേപ്പറിന് മുകളിൽ വിറച്ചു നിന്നു. അവളുടെ വിരലിരിക്കുന്ന പേനയുടെ അഗ്രം ആ വിവാഹ കരാർ പേപ്പറിന് തൊട്ടുമുകളിലായി വട്ടമിട്ട് കറങ്ങി. കണ്ണീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ച് ആ പേപ്പറിലേക്ക് വീണ് പടരുന്നുണ്ട്. മേശയുടെ മറുഭാഗത്ത് കോടീശ്വരനായ വിജയ് കൈകൾ കെട്ടി കസേരയിലേക്ക് അല്പം ചാരിയിരുന്ന് തികഞ്ഞ പുച്ഛത്തോടെയും അഹങ്കാരത്തോടെയും അവളെ നോക്കി ക്രൂരമായി ചിരിച്ചു. വിശ്വനാഥ സാർ ഈ ദൃശ്യം കാണാൻ കഴിയാതെ കടുത്ത കുറ്റബോധത്തോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണീർ തുടയ്ക്കുകയായിരുന്നു. വിജയ് തന്റെ ലക്ഷങ്ങൾ വിലയുള്ള വാച്ചിലേക്ക് നോക്കി. മേശപ്പുറത്ത് വിരലുകൾ കൊണ്ട് താളം ഇട്ടുകൊണ്ടവൻ പറഞ്ഞു. പ്രിയ, ജസ്റ്റ് 5 മിനിറ്റ്സ് മോർ. 5 മണിക്ക് നിന്റെ വീടിന്റെ പൂട്ട് വീഴും. നിന്റെ അനിയത്തിയും ആ പലിശക്കാരുടെ മുന്നിൽ തെരുവിലേക്ക് ഇറക്കപ്പെടും. അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിന്റെ അമ്മ ആ ഷോക്കിൽ ജീവനോടെ ഇരിക്കുമോ അതോ ചത്തുപോകുമോ എന്ന് നീയാണിപ്പോൾ തീരുമാനിക്കേണ്ടത്. നിന്റെ ഈ അനാവശ്യമായ ആത്മാഭിമാനം വലിച്ചെറിഞ്ഞ് ഈ കരാറിൽ ഒപ്പിടുന്നോ അതോ തെരുവ് തെണ്ടണോ? വിജയുടെ ആ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ പ്രിയയുടെ നെഞ്ചിലേക്ക് തറച്ചു കയറി. അവൾ പതുക്കെ തലയുയർത്തി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, മറിച്ച് ദേഷ്യവും ദൃഢതയുമാണ്. അവൾ തന്റെ കൈത്തണ്ട കൊണ്ട് കണ്ണീർ തുടച്ചു മാറ്റി. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ വിജയുടെ കണ്ണുകളിലേക്ക് നോക്കി തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പണം കൊണ്ട് ഏതൊരു പെണ്ണിന്റെയും ആത്മാഭിമാനവും ജീവിതവും വിലയ്ക്ക് വാങ്ങാമെന്ന നിങ്ങളുടെ ഈ അഹങ്കാരമുണ്ടല്ലോ മിസ്റ്റർ വിജയ്, അതിനു മുൻപിൽ ഞാൻ തോറ്റുതരാം. കാരണം എനിക്ക് എന്റെ ആത്മാഭിമാനത്തേക്കാൾ വലുത് എന്റെ അമ്മയുടെ ജീവനാണ്. അവൾ ആ പേന പേപ്പറിലേക്ക് അമർത്തിപ്പിടിച്ച് ഒപ്പിട്ടു. ആ ഒപ്പ് കേവലം ഒരു ഒപ്പായിരുന്നില്ല, അവളുടെ ജീവിതം 1 വർഷത്തേക്ക് പണയം വെക്കുന്നതിന്റെ അടയാളമായിരുന്നു. ഒപ്പിട്ട ശേഷം അവൾ ആ പേന മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞു. പ്രിയ വിശ്വനാഥ സാറിന് നേരെ തിരിഞ്ഞ് ഖണ്ഡമിടറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടു സാർ. എന്റെ അമ്മയുടെ ജീവന് വേണ്ടി, എന്റെ അനിയത്തിയുടെ ഭാവിക്കായി ഞാൻ എന്നെ തന്നെ ഈ കോടികൾക്ക് മുന്നിൽ വിറ്റു. തരൂ, എനിക്ക് ഒപ്പിട്ട പണം ഇപ്പോൾ തന്നെ തരൂ സാർ. എന്റെ വീട് പൂട്ടാൻ പലിശക്കാരൻ കാവൽ നിൽക്കുകയാണ്. വിശ്വനാഥ സാർ വല്ലാത്തൊരു വേദനയോടെ പ്രിയയെ നോക്കി. അദ്ദേഹം വിറയ്ക്കുന്ന കൈകളോടെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് പണം പ്രിയയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തൊട്ടടുത്ത നിമിഷം പ്രിയയുടെ ഫോണിലേക്ക് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതിന്റെ മെസ്സേജ് ടോൺ കേട്ടു. ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയ പ്രിയ വിശ്വനാഥ സാറിനെ ഒന്ന് കൈകൂപ്പിയിട്ട് വിജയിയെ രൂക്ഷമായി ഒന്ന് നോക്കി ഓഫീസിന് പുറത്തേക്ക് ജീവനും കൊണ്ടോടി. അവൾ പോയി കഴിഞ്ഞതും വിജയ് മേശപ്പുറത്തിരുന്ന ആ കരാർ പേപ്പർ കയ്യിലെടുത്തു. അതിലെ പ്രിയയുടെ ഒപ്പിലേക്ക് നോക്കി അവൻ കസേരയിലേക്ക് മലർന്നു കിടന്ന അഹങ്കാരത്തോടെ ഉറക്കെ ചിരിച്ചു. ഈ സമയം പ്രിയയുടെ വീടിന്റെ മുറ്റത്ത് ക്രൂരനായ പലിശക്കാരൻ കാളിയപ്പൻ തന്റെ 2 ഗുണ്ടകളോടൊപ്പം നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ വലിയൊരു ഇരുമ്പ് പൂട്ടും താക്കോലുമുണ്ട്. അവൻ ദേഷ്യത്തോടെ തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സെക്കൻഡ് സൂചി കൃത്യം 5 മണിയിലേക്ക് അടുക്കുകയാണ്. കാളിയപ്പൻ തുപ്പൽ ദൂരേക്ക് തെറിപ്പിച്ചു തുപ്പിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സമയം 5 ആയി. ഞാൻ പറഞ്ഞ സമയം തീർന്നു. ആ പിച്ചക്കാരി പെണ്ണ് പണവും കൊണ്ട് വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. പൂട്ടിനടാ ഈ വീട്. അകത്തിരിക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം റോഡിലേക്ക് വലിച്ചെറി. നാളെ മുതൽ ഈ മണ്ണിൽ ഞാൻ പുതിയ കെട്ടിടം പണിയും. കാളിയപ്പന്റെ ആജ്ഞ കേട്ട് 2 തടിയന്മാരായ ഗുണ്ടകൾ വീടിന്റെ പ്രധാന വാതിലിലേക്ക് അടുത്തു. അവർ വാതിൽ വലിച്ചടച്ച് പൂട്ടാൻ ആഞ്ഞ നിമിഷം റോഡിന്റെ തിരിവിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ അമിത വേഗതയിൽ ടയറുകൾ റോഡിലുരസുന്ന ശബ്ദത്തോടെ മുറ്റത്തേക്ക് വന്ന് ബ്രേക്കിട്ടു നിന്നു. ഓട്ടോ പൂർണ്ണമായും നിർത്തുന്നതിന് മുൻപ് തന്നെ ശ്വാസം കിട്ടാതെ വിയർത്ത് കുളിച്ച് വസ്ത്രങ്ങളെല്ലാം അലങ്കോലപ്പെട്ട അവസ്ഥയിൽ പ്രിയ പുറത്തേക്ക് ചാടിയിറങ്ങി. അവൾ ആകാശവും ഭൂമിയും ഞെട്ടുന്ന ശബ്ദത്തിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. നിർത്തടാ, കൈ വെക്കരുത് എന്റെ വീട്ടിൽ. 1 അടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിന്റെ കൈ വെട്ടും. അവളുടെ ആ രൗദ്രഭാവം കണ്ട് ഗുണ്ടകൾ ഒരു നിമിഷം ഭയന്ന് പുറകോട്ട് മാറി. പ്രിയ ശ്വാസം എടുക്കാൻ പാടുപെട്ടുകൊണ്ട് കാളിയപ്പറ്റ് നേരെ നടന്നു ചെന്നു. അവളുടെ കണ്ണുകളിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കയ്യിലെ മൊബൈൽ ഫോൺ കാളിയപ്പന്റെ മുഖത്തിന് നേരെ തറപ്പിച്ചു നീട്ടി. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു. നോക്കടാ ഇതിലേക്ക്, കണ്ണു തുറന്ന് നന്നായി നോക്ക്. നിനക്ക് തരാനുള്ള 10 ലക്ഷം രൂപയും അതിന്റെ പലിശയും നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രിയയുടെ അച്ഛൻ വരുത്തിവെച്ച കടം ദാ ഇപ്പോൾ പൂർണ്ണമായും തീർന്നിരിക്കുന്നു. കാളിയപ്പൻ അവിശ്വാസത്തോടെ അവളെ നോക്കി. അവൻ പതുക്കെ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നും പണം വന്നതിന്റെ വലിയൊരു ശബ്ദത്തോടെയുള്ള മെസ്സേജ് അലർട്ട് വന്നു. സ്ക്രീനിൽ 10,50,000 ക്രെഡിറ്റഡ് എന്ന് കണ്ടതും കാളിയപ്പന്റെ മുഖം ഇരുണ്ട് കറുത്തു. വിചാരിച്ചതുപോലെ വീട് തട്ടിയെടുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അവൻ പല്ലിറുമ്മിക്കൊണ്ട് പ്രിയയെ പുച്ഛത്തോടെ നോക്കി.
എന്നിട്ട് തന്റെ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞു. പണം വന്നിട്ടുണ്ട്, ഇനി ഇവിടെ നിൽക്കണ്ട, വട പോകാം. ഗുണ്ടക തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ കാളിയപ്പൻ പെട്ടെന്ന് നിന്നു. അവൻ പ്രിയയുടെ അരികിലേക്ക് അല്പം കൂടി അടുത്തു വന്നു. പ്രിയ ഭയമില്ലാതെ അവനെ നോക്കി നിന്നു. കാളിയപ്പൻ അവളുടെ മുഖത്തേക്ക് നോക്കി തികഞ്ഞ പുച്ഛത്തോടെ ഒരു വശത്തു മാത്രം ക്രൂരമായി ചിരിച്ചു. എന്നിട്ട് അവളുടെ കാതിലേക്ക് മുഖമടുപ്പിച്ച് പതുക്കെ പറഞ്ഞു, പണം കൃത്യം 5 മണിക്ക് തന്നെ അക്കൗണ്ടിൽ വന്നു. പക്ഷെ മോളെ പ്രിയ, ഈ 10 ലക്ഷം രൂപ പെട്ടെന്നൊപ്പിക്കാൻ നിന്റെ കയ്യിൽ എന്ത് മാന്ത്രിക വിളക്കാ ഉള്ളതെന്ന് ഈ കാളിയപ്പന് നന്നായിട്ടറിയാം. ആ വിശ്വനാഥ മുതലാളിയുടെ മകൻ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ? പുതിയ മുതലാളി കൊള്ളാം, നല്ല വിലയാ നിനക്ക് തന്നത്. അവന്റെ ആ വിഷം നിറഞ്ഞ വാക്കുകൾ കേട്ടതും പ്രിയയുടെ ശരീരം ഒരു നിമിഷം തണുത്തു മരവിച്ചു. കവിളിൽ കനത്ത അടി കിട്ടിയതുപോലെ അവൾ തല താഴ്ത്തി നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണീർ ഒലിച്ചിറങ്ങി. കാളിയപ്പൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ഗുണ്ടകളോട് പറഞ്ഞു, നടക്കടാ, ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ, കടമെല്ലാം തീർന്നല്ലോ. അവർ 3 പേരും അഹങ്കാരത്തോടെ ജീപ്പിലേക്ക് കയറിപ്പോകുമ്പോൾ പ്രിയ ആ ഉമ്മറപ്പടിയിൽ തളർന്നിരുന്നു. അയൽവാസികൾ അവളെ സഹതാപത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. തന്റെ വീട് രക്ഷിച്ചെങ്കിലും തന്റെ അന്തസ്സും ആത്മാഭിമാനവും ആ പണത്തിന് മുന്നിൽ കരിഞ്ഞുപോയല്ലോ എന്നോർത്ത് അവൾ ആരും കാണാതെ വിതുമ്പി. ആശുപത്രി വാർഡിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റു രോഗികളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും നേർത്ത ശബ്ദങ്ങൾക്ക് മാത്രം കേൾക്കാം. ജനറൽ വാർഡിന്റെ ഒരു കോണിലെ കട്ടിലിൽ പ്രിയയുടെ അമ്മ ഭാരതി പകുതി ചാരിയിരിക്കുന്നു. ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും അവർ ഇപ്പോഴും അതീവ ക്ഷീണിതയാണ്. അനിയത്തി മീനു ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്നും കഞ്ഞി പതുക്കെ അമ്മയ്ക്ക് കോരി നൽകുകയാണ്. വാർഡിന്റെ വാതിൽ തള്ളി തുറന്ന് പ്രിയ അകത്തേക്ക് വന്നു. ഓട്ടയിൽ നിന്നും വീടിന്റെ മുറ്റത്ത് നിന്നും മോടി തളർന്ന അവളുടെ മുഖത്ത് വലിയൊരു ശൂന്യതയായിരുന്നു. അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി, വീടും രക്ഷപ്പെട്ടു. പക്ഷെ അതിനായി ഞാൻ കൊടുത്ത വില എന്താണെന്ന ഓർമ്മ അവളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പ്രിയ വരുന്നത് കണ്ട് മീനു കഞ്ഞിപ്പാത്രം താഴെ വെച്ച് ആശ്വാസത്തോടെ എഴുന്നേറ്റു. മകളെ കണ്ടതും ഭാരതിയമ്മയുടെ മങ്ങിയ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം മിന്നി മറഞ്ഞു. അവർ കൈകൾ പതുക്കെ നീട്ടി. ഭാരതിയമ്മ വിക്കി വിക്കി അങ്ങേയറ്റം ആകുലതയോടെ പറഞ്ഞു, മോളെ പ്രിയ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? സമയം 8 മണിയായി. ആ പലിശക്കാരൻ കാളിയപ്പൻ, അവൻ 5 മണിക്ക് വന്ന് നമ്മുടെ വീട് പൂട്ടിയോ മോളെ? വിശ്വനാഥൻ സാറിനെ കാണാൻ പറ്റിയോ? അദ്ദേഹം സഹായിച്ചോ? പ്രിയ അമ്മയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവളുടെ നെഞ്ച് തകരുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അമ്മയുടെ ഹൃദയം വീണ്ടും നിലച്ചു പോകും എന്നവൾക്കറിയാമായിരുന്നു. അവൾ തന്റെ ഉള്ളിലെ കരച്ചിലും ശ്വാസതടസ്സവും കടിച്ചമർത്തി വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അമ്മയുടെ മെലിഞ്ഞുണങ്ങിയ കൈകളിൽ പിടിച്ചു. മുഖത്ത് നിർബന്ധപൂർവ്വം ഒരു കൃത്രിമ ചിരി വരുത്താൻ അവൾ പരമാവധി ശ്രമിച്ചു. അവൾ തൊണ്ടയിടറാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു, ഇല്ല അമ്മേ, ഒന്നുമായില്ല. നമ്മുടെ വീടിനൊരു കുഴപ്പവുമില്ല. കാളിയപ്പന്റെ 10 ലക്ഷം രൂപയും പലിശയും ഞാൻ പൂർണ്ണമായും കൊടുത്തു തീർത്തു. ഇനി അവൻ നമ്മുടെ പഠിക്കൽ പോലും വരില്ല. അമ്മ പറഞ്ഞതുപോലെ വിശ്വനാഥ സാർ തന്നെയാണ് പണം തന്ന് സഹായിച്ചത്. മകളുടെ വാക്കുകൾ കേട്ടതും ഭാരതിയുടെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ കണ്ണീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. അവർ നെഞ്ചിൽ കൈവച്ച് ആകാശത്തേക്ക് നോക്കി ആഴത്തിലൊരു ശ്വാസം എടുത്തു. ഭാരതിയമ്മ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി, ദൈവമേ, നിനക്ക് നന്ദി. ഞാൻ പറഞ്ഞില്ലേ മോളെ, വിശ്വനാഥ സാർ വെറുമൊരു മനുഷ്യനല്ല, ഈ കഷ്ടപ്പാടിൽ നമുക്ക് മുന്നിൽ വന്ന ദൈവമാണ്. സ്വന്തം മക്കളെപ്പോലെ അദ്ദേഹം നമ്മളെ കാണുന്നത്. മോളെ, ഈ വലിയ കടം നമുക്ക് പതുക്കെ അധ്വാനിച്ച് ചോര നീരാക്കി സാറിന് തിരിച്ചു കൊടുക്കാം. ഞാനും ജോലിക്ക് പോകാം. മീനുവും കുട്ടികൾക്ക് ട്യൂഷനെങ്കിലും എടുത്ത് നമുക്ക് ആ കടം വീട്ടണം മോളെ. അമ്മ വിശ്വനാഥ സാറിനെ ദൈവമെന്ന് വിശേഷിപ്പിച്ച ഓരോ വാക്കും പ്രിയയുടെ കാതുകളിൽ വന്ന് പതിച്ചത് കൂർത്ത ഈട്ടികൾ പോലെയായിരുന്നു. ദൈവമല്ല, തന്നെ 1 വർഷത്തേക്ക് വിലക്ക് വാങ്ങിയ കശാപ്പുകാരനാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന സത്യം അവളുടെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞു. അതോടൊപ്പം വിജയുടെ ആ ക്രൂരമായ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ കോടീശ്വരനായ വിജയ് വിശ്വനാഥിന്റെ കൂടെ 1 വർഷം ബെഡ്റൂം പങ്കിടാൻ നീ തയ്യാറാണോ? അമ്മയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രിയയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം കണ്ണീർ പാഞ്ഞൊഴുകാൻ തുടങ്ങി. താൻ കരയുന്നത് അമ്മ കണ്ടാൽ എല്ലാം മനസ്സിലാകുമെന്ന് ഭയന്ന് അവൾ പെട്ടെന്ന് അമ്മയുടെ കൈകളിൽ നിന്ന് പിടിവിട്ടു. പ്രിയ മുഖം തിരിച്ച് മീനുവിനോട് പറഞ്ഞു, മീനു, നീ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്ക്, ഞാൻ ദാ ഇപ്പോ വരാം. അവൾ തിടുക്കത്തിൽ വാർഡിന്റെ അറ്റത്തുള്ള ബാത്റൂമിലേക്ക് ഓടിപ്പോയി. അകത്ത് കയറി കതകടച്ച് കുറ്റിയിട്ടു. വാതിലിൽ ചാരി നിന്ന് അവൾ സ്വന്തം കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. പുറത്തേക്ക് കരച്ചിലിന്റെ ശബ്ദം വരാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. എങ്കിലും അവളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അവൾ ചുമരിലൂടെ പതുക്കെ താഴേക്ക് തെന്നിയിരുന്ന് നെഞ്ചു പൊട്ടി വിതുമ്പി വിതുമ്പി കരഞ്ഞു. തന്റെ കുടുംബത്തിന്റെ ജീവൻ നിലനിർത്താൻ സ്വന്തം ആത്മാഭിമാനവും ശരീരവും 1 വർഷത്തേക്ക് കരാരെഴുതി വിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥ ആ ഇരുണ്ട ബാത്റൂമിൽ നിശബ്ദമായി വിങ്ങിപ്പൊട്ടി. ഈ സമയം വിശ്വനാഥ സാറിന്റെ കോടികൾ വിലമതിക്കുന്ന ഹാളിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. വിശ്വനാഥ സാർ വല്ലാത്തൊരു മാനസിക വിഷമത്തോടെ ഹാളിൽ കൈകൾ പുറകോട്ട് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയാണ്. കോടീശ്വരനായ വിജയ് സോഫയിൽ തികച്ചും റിലാക്സ്ഡ് ആയിരുന്നു. കാലിന്മേൽ കാൽ കയറ്റിവെച്ച് തന്റെ കയ്യിലെ ഗ്ലാസ്സിലെ ഡ്രിങ്ക്സ് പതുക്കെ കുടിക്കുകയാണ്. അവന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല. വിശ്വനാഥൻ പതുക്കെ നടത്തം നിർത്തി വിജയുടെ അരികിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് മകനോടുള്ള ദേഷ്യവും ആ പാവം കുട്ടിയോട് ചെയ്ത ക്രൂരതയോർത്ത് കടുത്ത സങ്കടവും ഉണ്ടായിരുന്നു. അദ്ദേഹം വിജയന്റെ മുന്നിൽ വന്നു നിന്നു. കണ്ണുകളിൽ കടുത്ത വേദനയുടെ ശബ്ദം താഴ്ത്തി എന്നാൽ ഗൗരവത്തിൽ പറഞ്ഞു, വിജയ്, നീ ചെയ്തത് കടുങ്കയായിപ്പോയി. ഒട്ടും ശരിയായില്ല അത്. ആ പാവം കുട്ടി,
അവളുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് അവൾ അനുഭവിച്ച ആ വലിയ നിസ്സഹായാവസ്ഥയാണ് നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മുതലെടുത്തത്. പണം കൊടുത്ത് സഹായിക്കാമായിരുന്നിട്ടും നീ അവളെ ഒരു കെണിയിൽപ്പെടുത്തുകയായിരുന്നു. ഇത് വലിയൊരു തെറ്റാണ് വിജയ്. ഈശ്വരൻ നിനക്ക് മാപ്പ് തരില്ല. അച്ഛന്റെ വാക്കുകൾ കേട്ടിട്ടും വിജയുടെ മുഖത്തൊരു കുലുക്കവും ഉണ്ടായില്ല. അവൻ തന്റെ കയ്യിലെ ഗ്ലാസ് പതുക്കെ മുന്നിലെ ഗ്ലാസ് ടേബിളിലേക്ക് ശബ്ദത്തോടെ വെച്ചു. എന്നിട്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റ് കോട്ടിന്റെ ബട്ടൺസ് ലൂസ് ചെയ്തുകൊണ്ട് അച്ഛന്റെ നേരെ തിരിഞ്ഞു. അവന്റെ മുഖത്ത് ആ പഴയ അഹങ്കാരച്ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു. വിജയൻ തികച്ചും കൂളായി ഇംഗ്ലീഷ് കലർന്ന ശൈലിയിൽ പറഞ്ഞു, റിലാക്സ് ഡാഡ്, ജസ്റ്റ് റിലാക്സ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ അവളെ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഷീ ഹാഡ് എ ചോയ്സ്. ഒപ്പിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവൾക്കുണ്ടായിരുന്നു. അവൾക്കും അവളുടെ കുടുംബത്തെയും വീടിനെയും രക്ഷിക്കാൻ പെട്ടെന്ന് വലിയൊരു തുക വേണമായിരുന്നു. എനിക്കാണെങ്കിൽ എന്റെ ലൈഫിലെ സ്വാതന്ത്ര്യവും വേണമായിരുന്നു. വിശ്വനാഥൻ ഇത് കേട്ട് ദേഷ്യത്തോടെ മകന്റെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, സ്വാതന്ത്ര്യമോ? അതിനുവേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് ചൂതാട്ടം നടത്തുകയാണോ നീ ചെയ്തത്? വിജയ് അച്ഛന്റെ കൈകൾ പതുക്കെ മാറ്റിക്കൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഡാഡ്? ഈ ലണ്ടനിലെ ബിസിനസ്സും ആഡംബര ജീവിതവുമെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു നാടൻ പെണ്ണിനെ കെട്ടി മരണം വരെ അവളുടെ ഭർത്താവായി ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ഒരു മോഡേൺ പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ കുടുംബ മഹിമയ്ക്ക് ചേരില്ലെന്ന് നിങ്ങൾ പറയും. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്നെ ഈ ബിസിനസ്സിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കും എന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തും. അപ്പോൾ പിന്നെ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വന്നു. ഈ 1 ഇയർ മാരേജ് കോൺട്രാക്ട് ഞാൻ കണ്ടെത്തിയ ബെസ്റ്റ് സൊല്യൂഷനാണ്. വിജയ് വീണ്ടും നടന്നു ചെന്ന് തന്റെ ഡ്രിങ്ക്സ് ഗ്ലാസ് കയ്യിലെടുത്തു. വിശ്വനാഥൻ ഒന്നും മിണ്ടാനാകാതെ മകനെ നോക്കി നിന്നു. വിജയ് ഗ്ലാസ് വായോട് അടുപ്പിക്കുന്നതിന് മുൻപ് വിരൽ ചൂണ്ടി പറഞ്ഞു, 1 വർഷം, ജസ്റ്റ് 365 ഡേയ്സ്. ആ 365 ദിവസം അവൾ ഈ നാട്ടുകാരുടെയും നിങ്ങളുടെയും മുന്നിൽ എന്റെ ഭാര്യയായി അഭിനയിക്കും. അത് കഴിയുമ്പോൾ അവൾക്ക് നിങ്ങൾ കൊടുത്ത 10 ലക്ഷത്തിന് പുറമെ ലക്ഷങ്ങളുമായി ഇവിടുന്ന് അന്തസ്സായി പോകാം. എനിക്ക് നിയമപരമായ ഡിവോഴ്സ് കിട്ടും. അതിനുശേഷം എന്റെ ലൈഫിൽ ഇടപെടാൻ നിങ്ങൾക്കോ ഈ സൊസൈറ്റിക്കോ കഴിയില്ല. സോ ഡാഡ്, ഇമോഷണൽ ഡ്രാമ അധികം വേണ്ട. ഇത് വെറും ഒരു ബിസിനസ് ഡീൽ മാത്രമാണ്. ജസ്റ്റ് എ ബിസിനസ് ഡീൽ. വിജയ് പറഞ്ഞ ക്രൂരമായ ന്യായീകരണങ്ങൾ കേട്ട വിശ്വനാഥ സാർ തലയിൽ കൈവച്ച് സോഫയിലേക്ക് തളർന്നിരുന്നു. പണക്കൊഴുപ്പിൽ അന്ധനായ തന്റെ മകന് മുന്നിൽ ഒരു പാവം പ്രിയയുടെ ജീവിതം കരിഞ്ഞു പോകുമല്ലോ എന്നോർത്ത് ആ വൃദ്ധന്റെ കണ്ണു നിറഞ്ഞു. വിജയം ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഈ സമയത്ത് പ്രിയ പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിനിടയിൽ തന്റെ ഏങ്ങലടികൾ ഒളിപ്പിച്ചു. ബേസിനിലെ തണുത്ത വെള്ളം കോരി അവൾ മുഖം കഴുകി. കണ്ണുകൾ കരഞ്ഞു ചുവന്നിട്ടുണ്ടായിരുന്നു. കണ്ണാടിയിൽ നോക്കി അവൾ പതുക്കെ തന്റെ നെഞ്ചിൽ കൈവച്ചു. അവൾ സ്വയം മന്ത്രിച്ചുകൊണ്ട് കണ്ണീർ തുടച്ചു. ഇല്ല പ്രിയ, നീ കരയരുത്. നീ തളർന്നാൽ നിന്റെ അമ്മയും അനിയത്തിയും തെരുവിലാകും. അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം. അതിനാണ് നീ നിന്റെ ജീവിതം പണയം വെച്ചത്. അമ്മയുടെ മുന്നിൽ ചെന്ന് ഇനി ഒരിറ്റ് കണ്ണീർ പോലും വീഴരുത്. അവൾ മുഖം തുടച്ച് മുടിയൊതുക്കി ഉള്ളിലെ സങ്കടമെല്ലാം ഒരു വലിയ നിശ്വാസത്തോടെ പുറത്തേക്ക് വിട്ട് തികഞ്ഞ ധൈര്യത്തോടെ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴേക്ക് നേഴ്സ് വന്ന് ഭാരതി അമ്മയ്ക്ക് ഗുളിക നൽകി പോയിരുന്നു. അമ്മ പതുക്കെ ഉറക്കത്തിലേക്ക് വീണു. പ്രിയ മീനുവിനെ അരികിലേക്ക് വിളിച്ചു. മീനു, നീ അമ്മയുടെ അരികിലിരിക്കെ. ഞാൻ ഡോക്ടറെ കണ്ടു ഓപ്പറേഷന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം. പ്രിയ നേരെ കൗണ്ടറിലേക്ക് ചെന്നു. വിശ്വനാഥ സാർ അയച്ചു തന്ന പണത്തിൽ നിന്നും ഭാരതിയമ്മയുടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള തുക അവൾ അവിടെ അടച്ചു. പണം അടച്ച രസീതുമായി അവൾ ഡോക്ടറുടെ റൂമിലേക്ക് നടന്നു. പ്രിയയെ കണ്ടയുടനെ ഡോക്ടർ പറഞ്ഞു, വെരി ഗുഡ് പ്രിയ. പ്രിയ, നീ ഇത്രയും വേഗം പണം റെഡിയാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നാളെ രാവിലെ 9 മണിക്ക് തന്നെ നമുക്ക് സർജറി ചെയ്യാം. ഒട്ടും പേടിക്കണ്ട. സമയം വേഗത്തിൽ കടന്നുപോയി. ഭാരതിയമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. പ്രിയയും മീനുവും തിയേറ്ററിന് പുറത്തെ കസേരകളിൽ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പ്രിയയുടെ കയ്യിൽ വിജയ് ഒപ്പിടിവിച്ച വിവാഹ കരാറിന്റെ കോപ്പി അടങ്ങിയ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അവൾ ആ ബാഗിലേക്ക് നോക്കി ഉള്ളിൽ വിതുമ്പി. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിയേറ്ററിന്റെ മുകളിലെ ചുവപ്പ് ലൈറ്റ് അണഞ്ഞു. ഡോക്ടർ മാസ്ക് ഊരി പുറത്തേക്ക് വന്നു. പ്രിയയും മീനുവും ഓടിച്ചെന്ന് ഡോക്ടറുടെ കൈകളിൽ പിടിച്ചു. ഡോക്ടർ മുഖത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രിയ, സർജറി സക്സസ് ആയിരുന്നു. ഭാരതിയമ്മ ഇപ്പോൾ പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് പണമടച്ച് ഈ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും പ്രിയയുടെയും മീനുവിന്റെയും കണ്ണുകളിൽ നിന്നും സന്തോഷ കണ്ണീർ ഒഴുകി. അവർ പരസ്പരം ഭാരതിയമ്മ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ വന്ന് പൂർണ്ണ വിശ്രമത്തിലാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് അവരുടെ മുഖത്ത് മുൻപത്തേക്കാൾ നല്ല തെളിച്ചമുണ്ട്. മീനു അമ്മയ്ക്ക് മരുന്നെടുത്തു കൊടുത്തു. ഈ സമയം മുറ്റത്തേക്ക് വിശ്വനാഥ സാറിന്റെ ആഡംബരക്കാർ വന്നു നിന്നു. വിശ്വനാഥ സാർ ഇറങ്ങി വരുന്നത് കണ്ട് ഭാരതിയമ്മയും മീനുവും അത്ഭുതത്തോടെയും വലിയ ബഹുമാനത്തോടെയും എഴുന്നേറ്റ് നിന്നു. പ്രിയ ഈ സമയം ഓഫീസിലായിരുന്നു. ഭാരതിയമ്മ പതുക്കെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു. വിശ്വനാഥ സാറിനെ സ്വീകരിച്ചു. മീനു ഓടിച്ചെന്ന് കസേര തുടച്ചിട്ട് കൊടുത്തു. ഭാരതിയമ്മ കണ്ണീരോടെ കൈകൾ കൂപ്പി. സാർ ഈ പാവങ്ങളുടെ വീട്ടിലേക്ക് നേരിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. പ്രിയമോൾ പറഞ്ഞിരുന്നു. അന്ന് ലക്ഷങ്ങൾ വില വരുന്ന എന്റെ ഈ വലിയ ഓപ്പറേഷൻ നടത്താനും പലിശക്കാരന്റെ കടം തീർക്കാനുമൊക്കെ സാറാണ് പണം തന്നതെന്ന്. സാർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ മണ്ണിൽ ഉണ്ടാകില്ലായിരുന്നു. വിശ്വനാഥ സാർ മുഖത്ത് വലിയൊരു സങ്കടവും കുറ്റബോധവും ഒളിപ്പിച്ചു വെച്ച് പതുക്കെ കസേരയിലേക്കിരുന്നു. അതൊന്നും സാരമില്ല ഭാരതി, അതൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചതാണ്. നിനക്കിപ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടിയല്ലോ.
അത് മതി. ഞാൻ ഇന്ന് വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. പ്രിയമോളുടെ ഭാവി സംബന്ധിച്ച ഒരു കാര്യമാണ്. ഭാരതിയമ്മ ജിജ്ഞാസയുടെ വിശ്വനാഥന്റെ അരികിലേക്ക് നീങ്ങി നിന്നു. വിശ്വനാഥ സാർ ഒരു നിമിഷം ആലോചിച്ച ശേഷം സംസാരിച്ചു. തന്റെ മകന്റെ 1 ഇയർ കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞാൽ ഈ അമ്മയുടെ ഹൃദയം വീണ്ടും തകരുമെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ കഥ മാറ്റിയൊന്ന് പറഞ്ഞു. ഭാരതി, എന്റെ മകൻ വിജയ് ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനിവിടെ ഒരു കല്യാണം ആലോചിക്കുന്ന സമയമാണിത്. ഒത്തിരി വലിയ വലിയ കോടീശ്വരന്മാരുടെ ആലോചനകൾ വരുന്നുണ്ട്. പക്ഷേ എന്റെ മകന്റെ ഭാര്യയായി വരേണ്ടത് പണമുള്ള ഒരു പെണ്ണല്ല, മറിച്ച് ഗുണവും കുടുംബസ്നേഹവുമുള്ള ഒരു കുട്ടിയെയാണ്. പ്രിയമോളെ എനിക്ക് വർഷങ്ങളായി അറിയാം. അവളുടെ നന്മയും ധൈര്യവും എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അവളെ എന്റെ മരുമകളായി ഈ വിശ്വനാഥന്റെ വീട്ടിലെ ലക്ഷ്മിയായി കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഇതിന് സമ്മതമാണോ ഭാരതി? വിശ്വനാഥ സാറിന്റെ വാക്കുകൾ കേട്ട് ഭാരതിയമ്മയും അനിയത്തി മീനുവും വിശ്വസിക്കാനാവാതെ ഞെട്ടി പരസ്പരം നോക്കി. കോടീശ്വരനായ മുതലാളിയുടെ മകൻ പ്രിയയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്നത് അവർക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഭാരതിയമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ കൈകൾ വിറച്ചുകൊണ്ട് കൂപ്പിക്കൊണ്ട് പറഞ്ഞു, സാറേ, എന്തായി പറയുന്നത്? ഞങ്ങൾ എവിടെ കിടക്കുന്നു? കോടീശ്വരനായ സാർ എവിടെ കിടക്കുന്നു? എന്റെ മോൾ സാറിന്റെ കമ്പനിയിലെ ഒരു സാധാരണ ജീവനക്കാരിയല്ലേ? അവൾക്ക് ഈ ആഡംബര ബംഗ്ലാവിലെ ജീവിതം ഒത്തുപോകുമോ സാർ? പിന്നെ വിജയ് മോൻ ഇതിൽ സമ്മതമാണോ? വിശ്വനാഥൻ പറഞ്ഞു തുടങ്ങി. എന്റെ തീരുമാനത്തിന് മുകളിലല്ല വിജയുടെ ഇഷ്ടം. അവന് പ്രിയയെ പൂർണ്ണ സമ്മതമാണ് ഭാരതി. അന്ന് പ്രിയ ഓഫീസിൽ വന്നപ്പോൾ വിജയും അവിടെ ഉണ്ടായിരുന്നു. പ്രിയയുടെ ആത്മാർത്ഥതയും കുടുംബത്തോടുള്ള സ്നേഹവും കണ്ടപ്പോഴാണ് എനിക്ക് ഈ ആലോചന തോന്നിയത്. പ്രിയയോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവൾക്കിതിൽ എതിർപ്പില്ല. അമ്മയോട് വന്ന് ചോദിക്കാൻ അവളാണ് പറഞ്ഞത്. നീ മോളുടെ ജീവിതം ഓർത്ത് പേടിക്കേണ്ട. അവളെ ഞാൻ എന്റെ സ്വന്തം മകളെ പോലെ നോക്കിക്കോളാം. വിശ്വനാഥ സാർ നുണ പറയുകയാണെന്ന് ഭാരതി അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. മകളുടെ ജീവനും തന്റെ ഓപ്പറേഷനും സാധ്യമാക്കിയ വിശ്വനാഥ സാറിനോട് അവർക്ക് അത്രമേൽ നന്ദിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രിയയുടെ ഭാഗ്യം തെളിഞ്ഞുവെന്ന് മാത്രമാണ് അഹമ്മ കരുതിയത്. ഭാരതി വിതുമ്പിക്കൊണ്ട് വിശ്വനാഥന്റെ കാൽക്കൽ വീഴാനാഞ്ഞു. സാറേ, എന്റെ മോൾക്ക് ഇതിലും വലിയൊരു ഭാഗ്യം ഇനി വരാനില്ല. സാറിന്റെ കൈകളിൽ അവളെ ഏൽപ്പിക്കാൻ എനിക്ക് 100 വട്ടം സമ്മതമാണ്. സാർ ഈ വലിപ്പച്ചെറുപ്പം നോക്കാതെ എന്റെ മോളെ സ്വീകരിച്ചല്ലോ. ദൈവമാണ് സാർ. വിശ്വനാഥ സാർ കടുത്ത കുറ്റബോധത്തോടെ ഭാരതി അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശരി ഭാരതി, എങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ലളിതമായി കല്യാണം നടത്താം. ആർഭാടങ്ങളൊന്നും വിജയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ലളിതമായി നടത്താം. അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങി. കാർ ഓടിച്ചു പോകുമ്പോൾ വിശ്വനാഥ സാർ ഉള്ളിൽ ചിന്തിച്ചു, ഭാരതി, നിന്റെ മകളുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് ഇവൾ എന്റെ മകന്റെ ജീവിതം മാറ്റാൻ ഈ നരകത്തിലേക്ക് വരുന്നത്. അവളോട് ഞാൻ ചെയ്യുന്നത് വലിയൊരു ചതിയാണെന്നറിയാം. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പ്രിയ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് വന്നയുടൻ ഭാരതിയമ്മ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഭാരതിയമ്മയുടെ മുഖത്ത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. മോളെ പ്രിയ, നീ എന്താ എന്നോട് ഈ വലിയ കാര്യം ഒളിപ്പിച്ചു വെച്ചത്? ഇന്ന് വൈകുന്നേരം വിശ്വനാഥ സാർ ഇവിടെ നേരിട്ട് വന്നിരുന്നു മോളെ. പ്രിയ ഞെട്ടലോടെ അമ്മയുടെ കൈകളിൽ നിന്നും തെന്നി മാറി. അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. സാർ കരാറിന്റെ കാര്യമെന്ന് പറഞ്ഞോ എന്നവൾ പേടിച്ചു. പ്രിയ ഭയത്തോടെ ചോദിച്ചു, സാർ വന്നോ? എന്തിനാ അമ്മേ വന്നത്? എന്തെങ്കിലും പറഞ്ഞോ? ഭാരതി പ്രിയയുടെ മുഖത്തേക്ക് തലോടിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു മോളെ, എല്ലാം പറഞ്ഞു. വിശ്വനാഥ സാറിന്റെ മകൻ വിജയ് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് നീ സാറിനോട് സമ്മതം പറഞ്ഞിട്ടാണ് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞതെന്ന് സാർ പറഞ്ഞു. മോളെ, നിന്റെ ഈ നല്ല മനസ്സിനുള്ള ദൈവത്തിന്റെ സമ്മാനമാണിത്. ആ കോടീശ്വരന്റെ വീട്ടിലേക്ക് നീ രാജ്ഞിയായിട്ടാണ് കയറി ചെല്ലാൻ പോകുന്നത്. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് പ്രിയയ്ക്ക് ശ്വാസം നേരെ വീണത്. വിശ്വനാഥ സാർ കരാറിന്റെ കാര്യം രഹസ്യമാക്കി വെച്ച് ഇതൊരു നല്ല ആലോചനയുമായി അമ്മയുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നവൾക്ക് മനസ്സിലായി. അവൾ ഉള്ളിൽ വിശ്വനാഥ സാറിനോട് നന്ദി പറഞ്ഞു. അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ആ സത്യം വിളിച്ചു പറഞ്ഞ് അമ്മയുടെ ഹൃദയം തകർക്കാൻ പ്രിയയ്ക്ക് തോന്നിയില്ല. അവൾ തന്റെ ഉള്ളിലെ കനൽ ഒതുക്കി പിടിച്ച് കണ്ണീർ പുറത്തു കാണിക്കാതെ അമ്മയെ നോക്കി നിർബന്ധപൂർവ്വം പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് ഈ ആലോചനയിൽ സന്തോഷമാണോ? പിന്നെ അല്ലാതെ മോളെ. എന്റെ മകൾക്ക് ഇതിലും വലിയൊരു ജീവിതം ഇനി കിട്ടാനുണ്ടോ? വിശ്വനാഥ സാറിന്റെ മരുമകളാകാൻ പുണ്യം ചെയ്യണം മോളെ. പ്രിയ പതുക്കെ തലയാട്ടി. അമ്മയുടെ ആശ്വാസത്തിനു വേണ്ടി തന്റെ കുടുംബത്തിന്റെ ഭാവിക്കായി അവൾ ആ കപട ദാമ്പത്യത്തിലേക്ക് ചുവടുവെക്കാൻ പൂർണ്ണമായും മനസ്സുകൊണ്ടുറപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ഓഫീസിന്റെ വരാന്ത. മറ്റ് കല്യാണങ്ങളുടെ യാതൊരുവിധ ആർഭാടങ്ങളും ബഹളങ്ങളോ അവിടെയില്ല. 1 മാസത്തെ സമയം വളരെ വേഗത്തിൽ കടന്നുപോയിരിക്കുന്നു. പ്രിയ ലളിതമായ ഒരു കേരള സാരിയാണ് ധരിച്ചിരിക്കുന്നത്. അവളുടെ മുഖത്തൊരു വധുവിന്റെ സന്തോഷത്തിന് പകരം കഠിനമായ നിശബ്ദതയാണ്. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നടക്കാവുന്ന പാകത്തിന് ആരോഗ്യം വീണ്ടെടുത്ത അമ്മ ഭാരതിയും അനിയത്തി മീനവും പ്രിയയുടെ ഇരുവശത്തുമായി നിൽക്കുന്നുണ്ട്. വിശ്വനാഥ സാർ സങ്കടത്തോടെ അടുത്തു നിൽക്കുന്നു. വിജയ് കോട്ടും സ്യൂട്ടും അണിഞ്ഞ് തികച്ചും ഒരു ബിസിനസ് മീറ്റിംഗിന് വന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. ഓഫീസിനുള്ളിൽ വെച്ച് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. തുടർന്നവർ പുറത്തെ വരാന്തയിലേക്ക് വന്നു. ഭാരതിയമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു താലി കെട്ടുന്ന ചടങ്ങ് അവിടെ വെച്ച് നടത്താൻ വിശ്വനാഥ സാർ വിജയോട് ആവശ്യപ്പെട്ടു. വിജയ് തികഞ്ഞ മടിയോടെയും പുച്ഛത്തോടെയും തന്റെ പോക്കറ്റിൽ നിന്നും ഒരു മഞ്ഞ ചരടിൽ കോർത്ത ചെറിയ താലി പുറത്തെടുത്തു. പ്രിയ പതുക്കെ തലയുയർത്തി വിജയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയത്തിന്റെയോ ആർദ്രതയുടെയോ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല.
മറിച്ച് പണം കൊടുത്തു വാങ്ങിയ ഒരു വസ്തുവിനെ സ്വന്തമാക്കുന്നു എന്ന തരത്തിലുള്ള പുച്ഛം മാത്രമായിരുന്നു. വിജയ് താലി പ്രിയയുടെ കഴുത്തിലേക്ക് അണിയിക്കുമ്പോൾ വളരെ പതുക്കെ അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "ദിസ് ഈസ് ജസ്റ്റ് എ ചെയിൻ ഫോർ 1 ഇയർ. ഇത് വെറും 1 വർഷത്തേക്കുള്ള ഒരു ചരട് മാത്രമാണ് പ്രിയ." പ്രിയ കണ്ണുകൾ മുറുകെ അടച്ചു. വിജയിന്റെ വിരലുകൾ അവളുടെ കഴുത്തിൽ സ്പർശിച്ചപ്പോൾ ഒരു തീയിൽ പെട്ടതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൻ താലിയുടെ കെട്ടുകൾ മുറുക്കുമ്പോൾ പ്രിയയുടെ കവിളിലൂടെ ഒരു കണ്ണീർ തുള്ളി ഒലിച്ചിറങ്ങി. തുടർന്ന് അവർ പരസ്പരം മാലകൾ അണിഞ്ഞു. മാലയിടുമ്പോൾ പോലും വിജയ് പ്രിയയുടെ മുഖത്തേക്ക് നോക്കാതെ പുച്ഛത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ഭാരതീയമ്മ നിറഞ്ഞ കണ്ണുകളോടെ വിശ്വനാഥ് സാറിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവർ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വിശ്വനാഥിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. "സാറേ, എന്റെ മോളെ, എന്റെ ജീവനായ പ്രിയയെ ഞാൻ സാറിന്റെ കൈകളിലേക്കാണ് ഏൽപ്പിക്കുന്നത്. അച്ഛനില്ലാത്ത കുട്ടിയാണ്. ചിലപ്പോൾ വിവരക്കേടുകൾ വല്ലതും കാണിച്ചെന്ന് വരാം. സ്വന്തം മകളെപ്പോലെ കണ്ട് സാർ അവളെ നോക്കിക്കോണം. ഈ ജന്മത്തിൽ എനിക്ക് സാറിനോടുള്ള നന്ദി തീർക്കാൻ കഴിയില്ല." ഭാരതീയമ്മയുടെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ടതും വിശ്വനാഥ സാറിന്റെ ഉള്ളം പിടഞ്ഞു. തന്റെ മകൻ വിജയ് ഈ കുട്ടിയുടെ ജീവിതം വെച്ചാണ് പന്താടാൻ പോകുന്നത് എന്ന കടുത്ത സത്യം ആ അമ്മയോട് പറയാൻ കഴിയാതെ അദ്ദേഹം വല്ലാതെ ശ്വാസം മുട്ടി. വിശ്വനാഥൻ പ്രിയയെ നോക്കി. കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. വിശ്വനാഥൻ കണ്ടമിടറി ഭാരതീയമ്മയുടെ കൈകളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, "വിഷമിക്കേണ്ട ഭാരതി. പ്രിയ ഇനി ഈ വിശ്വനാഥന്റെയും മകളാണ്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. നീ സങ്കടപ്പെടാതെ." പ്രിയ തന്റെ അമ്മയെയും അനിയത്തി മീനുവിനെയും മാറി മാറി നോക്കി. അമ്മയുടെ മുഖത്തെ ആശ്വാസം കണ്ടപ്പോൾ താനെടുത്ത തീരുമാനം തെറ്റല്ലെന്ന് അവൾക്ക് തോന്നി. അവൾ തന്റെ കണ്ണീർ തുടച്ചു മാറ്റി. വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് വിജയുടെ കാറിലേക്ക് കയറാൻ നടന്നു. വിജയ് ഇതിനകം തന്നെ കാറിന്റെ മുൻ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വിജയുടെ വലിയ ആഡംബര ബെഡ്റൂം, വില കൂടിയ കട്ടിലും എയർ കണ്ടീഷണറിന്റെ നേർത്ത ശബ്ദവും റൂമിലെ ഇന്റീരിയർ ലൈറ്റുകളും കാണാം. പ്രിയ വിവാഹ വസ്ത്രത്തോടെ തലതാഴ്ത്തി കട്ടിലിന്റെ ഒരു വശത്ത് അതീവ ഭയത്തോടെ ഇരിക്കുകയാണ്. അവളുടെ കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു. ആ നിമിഷം വാതിൽ തുറന്ന് വിജയ് അകത്തേക്ക് കടന്നു വന്നു. വിജയുടെ മുഖത്ത് ഒരു വിവാഹിതനായ പുരുഷന്റെ ഭാവങ്ങളെ ഇല്ലായിരുന്നു. അവൻ തികച്ചും അസ്വസ്ഥനായിരുന്നു. അകത്തേക്ക് വന്നയുടൻ അവൻ തന്റെ കഴുത്തിലെ ടൈയും കോട്ടുമഴിച്ച് ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് കട്ടിലിൽ ഇരിക്കുന്ന പ്രിയയുടെ നേരെ തിരിഞ്ഞു. അവൾ ഭയത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മാറി നിന്നു. വിജയ് പ്രിയയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ ചുണ്ടുകൾ ആ പഴയ പരിഹാസ ചിരി ഇപ്പോഴും ഉണ്ടായിരുന്നു. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കറുത്ത ഡയറിയും പേനയും എടുത്ത് മേശപ്പുറത്തേക്ക് ശബ്ദത്തോടെ എറിഞ്ഞു. വിജയ് ടേബിളിലേക്ക് വിരൽ ചൂണ്ടി അഹങ്കാരത്തോടെ പറഞ്ഞു, "പ്രിയ, നീ ഈ റൂമിലേക്ക് കാല് കുത്തിയ നിമിഷം മുതൽ നമ്മുടെ ഈ 1 ഇയർ മാരേജ് കോൺട്രാക്ടിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ കാണുന്ന ഡയറിയുടെ ആദ്യത്തെ പേജിൽ ഇന്നത്തെ ഡേറ്റ് നീ എഴുതി വെച്ചോ. കറക്റ്റ് 365 ദിവസം. കറക്റ്റ് 365 ദിവസം കഴിയുമ്പോൾ, അതായത് അടുത്ത വർഷം ഇതേ ദിവസം, നീ നിന്റെ ഈ താലിയും ഊരിവെച്ച് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം. മനസ്സിലായോ?" പ്രിയ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നു. അവളുടെ നിശബ്ദത കണ്ട് വിജയ് വീണ്ടും ഒരടി കൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവൻ പതുക്കെ കൈ നീട്ടി അവളുടെ കഴുത്തിലെ ആ മഞ്ഞച്ചരടിൽ വിരലുകൾ കൊണ്ട് തൊട്ടു. പ്രിയ തികഞ്ഞ അറപ്പോടെ പുറകോട്ട് മാറാൻ ആഞ്ഞെങ്കിലും വിജയ് ആ ചരടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളെ തനിക്ക് നേരെ വലിച്ചടിപ്പിച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി പറഞ്ഞു, "പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടി. ഈ 1 വർഷം നീ ലോകത്തിനു മുന്നിലും എന്റെ ഡാഡിക്ക് മുന്നിലും എന്റെ ഭാര്യയായി അഭിനയിക്കണം. പക്ഷെ റൂമിനുള്ളിൽ കയറിയാൽ ഓർത്തുവെച്ചോ, ഈ വിജയ് വിശ്വനാഥിന്റെ ശരീരത്തിലോ മനസ്സിലോ തൊടാനുള്ള യാതൊരു അവകാശവും നിനക്കില്ല. നീ വെറും ഒരു കരാർ ഭാര്യ മാത്രമാണ്, ഒരു വിൽപ്പന ചരക്ക്." അവൻ ആ ചരടിൽ നിന്നും കൈവിട്ട് തികഞ്ഞ പുച്ഛത്തോടെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് കട്ടിലേക്ക് കിടക്കാൻ പോയി. വിജയുടെ ആ ക്രൂരവും അപമാനകരവുമായ വാക്കുകൾ കേട്ടതും പ്രിയയുടെ ഉള്ളിലെ ഭയം മുഴുവൻ മാറി. അവളുടെ ചോര തിളച്ചു മറിഞ്ഞു. കവളിലൂടെ വന്ന കണ്ണീർ തുടച്ചു മാറ്റി അവൾ ടേബിളിനടുത്തേക്ക് നടന്നു ചെന്നു. അവിടെ ഇരുന്ന ആ ഡയറിയും പേനയും കൈകളിലെടുത്തു. അവൾ തിരിഞ്ഞു നിന്ന് വിജയിയെ നോക്കി. അവളുടെ ശബ്ദത്തിൽ ഇപ്പോൾ വല്ലാത്തൊരു ഗാംഭീര്യവും ദൃഢതയും ഉണ്ടായിരുന്നു. പ്രിയ ഉറച്ച ശബ്ദത്തിൽ വിജയുടെ മുഖത്ത് നോക്കി. 365 ദിവസങ്ങൾ. നിങ്ങൾ വിചാരിച്ചതിലും വളരെ വേഗത്തിൽ കടന്നു പോകും മിസ്റ്റർ വിജയ് വിശ്വനാഥ്. നിങ്ങളുടെ പണത്തിന് മുന്നിൽ തോറ്റുപോയതുകൊണ്ടാണ് ഈ 1 വർഷത്തെ തടവറയിൽ കിടക്കാൻ ഞാൻ തയ്യാറായത്. പക്ഷേ ഒന്നുറപ്പിച്ചു പറയുകയാ. പ്രിയയുടെ മാറ്റം കണ്ട് വിജയ് കട്ടിലിൽ നിന്നും ഞെട്ടലോടെ എഴുന്നേറ്റ് അവളെ നോക്കി. പ്രിയ ഡയറിയും പേനയും കയ്യിൽ മുറുക്കി പിടിച്ച് അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, "ഇന്നേക്ക് 365 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ പടിയിറങ്ങുമ്പോൾ പണം കൊണ്ട് ഏതൊരു പെണ്ണിന്റെയും ജീവിതം വാങ്ങാമെന്ന് കരുതുന്ന ഈ കോടീശ്വരന്റെ അഹങ്കാരമുണ്ടല്ലോ, അത് ഞാൻ ഈ മണ്ണിൽ ചവിട്ടി മെതിച്ചിട്ടേ പോകൂ. ഇത് ഈ പ്രിയയുടെ വെല്ലുവിളിയാണ്." വിജയ് ദേഷ്യത്തോടെ പല്ലുറുമി അവളെ നോക്കി നിന്നു. പ്രിയ അവന്റെ മുഖത്തേക്ക് നോക്കി തന്നെ ആ ഡയറിയുടെ 1-ാം പേജിൽ ഇന്നത്തെ തീയതി വലിയ അക്ഷരത്തിൽ എഴുതി ആ പേന ടേബിളിലേക്ക് കുത്തിവെച്ചു. ആഡംബര മുറിയുടെ ജനൽ കർട്ടനുകൾക്കിടയിലൂടെ പുലർക്കാലത്തെ സൂര്യപ്രകാശം പതുക്കെ മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തുന്നു. വലിയൊരു AC മുറിയിലെ ആധുനികമായ കിങ് സൈഡ് ബെഡിന്റെ ഒരു വശത്ത് പുതപ്പ് നെഞ്ചുവരെ പുതച്ച് വിജയ് അതീവ ശാന്തനായി ഉറങ്ങുകയാണ്. അവന്റെ മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ലണ്ടൻ ജീവിതത്തിന്റെ ആഡംബരവും ഗാംഭീര്യവും ആ ഉറക്കത്തിലും അവന്റെ മുഖത്തുണ്ട്. ആ മുറിയിലെ വലിയ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ
പ്രിയ നിൽക്കുകയാണ്. അവൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിരിക്കുന്നു. തലമുടിയുടെ അറ്റത്തു നിന്നും വെള്ളത്തുള്ളികൾ സാരിയുടെ പുറകിലേക്ക് പടരുന്നുണ്ട്. ഇന്നലത്തെ ആ വലിയ ആർഭാടങ്ങളുള്ള വിവാഹപ്പെട്ട് അവൾ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് തികച്ചും ലളിതമായ ഇളം നീല നിറത്തിലുള്ള ഒരു കോട്ടൺ സാരിയാണ്. അവൾ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ നെറ്റിയിൽ കുങ്കുമം തൊട്ടു. തുടർന്ന് അവൾ പതുക്കെ തന്റെ കഴുത്തിലേക്ക് കൈനീട്ടി. അവിടെ തിളങ്ങി നിൽക്കുന്ന ആ മഞ്ഞച്ചരടിൽ കോർത്ത ചെറുതാലി അവൾ വിരലുകൾ കൊണ്ട് തലോടി. താലിയിലേക്ക് നോക്കുമ്പോൾ പ്രിയയുടെ മനസ്സിൽ ഇന്നലെ രാത്രി വിജയ് അഹങ്കാരത്തോടെ പറഞ്ഞ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു. ഈ ഒരു വർഷം നീ എന്റെ ഭാര്യയായി അഭിനയിക്കണം. പക്ഷെ ഓർത്തുവെച്ചോ, ഈ വിജയ് വിശ്വനാഥിന്റെ ശരീരത്തിലോ മനസ്സിലോ തൊടാനുള്ള അവകാശം നിനക്കില്ല. നീ വെറും ഒരു കരാർ ഭാര്യ മാത്രമാണ്, ഒരു വിൽപ്പന ചരക്ക്. ആ ഓർമ്മ വന്നതും പ്രിയയുടെ മിഴികൾ ഒരു നിമിഷം നനഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ തന്റെ വലത് കൈകൊണ്ട് ആ കണ്ണീർ തുടച്ചു മാറ്റി. അവളുടെ കണ്ണുകളിൽ സങ്കടത്തിന് പകരം ഒരു പുതിയ ദൃഢതയും ആത്മവിശ്വാസവും നിറഞ്ഞു. അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം മന്ത്രിച്ചു, ഇല്ല, ഞാൻ കരയില്ല. കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്റെ അമ്മയുടെ ജീവനും എന്റെ അനിയത്തിയുടെ ഭാവിക്കും വേണ്ടിയാണ് ഞാൻ ഈ പടി ചവിട്ടിയത്. പണം കൊണ്ട് ഈ ലോകത്ത് എന്തും വാങ്ങാമെന്ന് കരുതുന്ന ഈ കോടീശ്വരന്റെ മുന്നിൽ ഞാൻ തോറ്റുകൊടുക്കില്ല. എന്റെ ആത്മാഭിമാനം പണയം വെക്കാതെ തന്നെ ഈ 365 ദിവസവും ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു കാണിക്കും. അവൾ പതുക്കെ തിരിഞ്ഞ് മേശയുടെ അടുത്തേക്ക് നടന്നു. അവിടെയാണ് വിജയ് ഇന്നലെ എറിഞ്ഞുകൊടുത്ത ആ കറുത്ത കോൺട്രാക്ട് ഡയറിയും പേനയും ഇരിക്കുന്നത്. അവൾ വല്ലാത്തൊരു ഗൗരവത്തോടെ ആ ഡയറി കയ്യിലെടുത്തു. ഇതിന്റെ 1-ാം പേജ് തുറന്നു. ഇന്നലത്തെ തീയതി അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ ആ പേന തുറന്ന് ഇന്നലത്തെ ആ തീയതിക്ക് നേരെ കട്ടിയിൽ ഒരു വലിയ എക്സ് മാർക്ക് ഇട്ടു. അതൊരു വെറും അടയാളപ്പെടുത്തലായിരുന്നില്ല. വിജയിന്റെ തടവറയിൽ നിന്നും ഒരു ദിവസം അവൾ പോരാടി ജയിച്ചു എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു. അവൾ ഡയറിയിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പതുക്കെ പറഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു മിസ്റ്റർ വിജയ് വിശ്വനാഥ്. നിങ്ങളുടെ കൗണ്ട് ഡൗണിലെ ഒരു ദിവസം ഞാൻ കുറച്ചിരിക്കുന്നു. ഇനി വെറും 364 ദിവസങ്ങൾ മാത്രം. അവൾ ആ ഡയറി വളരെ ഭദ്രമായി തന്റെ ഹാൻഡ് ബാഗിനുള്ളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന വിജയിയെ തികഞ്ഞ അവജ്ഞയോടെ ഒന്ന് നോക്കി. ശബ്ദമുണ്ടാക്കാതെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. പ്രിയ പുറത്തേക്ക് പോയി വാതിലടയുന്ന നേർത്ത ശബ്ദം കേട്ടാണ് വിജയ് കണ്ണുകൾ തുറക്കുന്നത്. അവൻ മടിയോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. തലയണയ്ക്കടിയിൽ നിന്നും ഫോൺ എടുത്ത് സമയം നോക്കി. 6:15. അവൻ പതുക്കെ ബെഡിന്റെ മറുഭാഗത്തേക്ക് നോക്കി. അവിടെ പ്രിയയെ കാണാനില്ലായിരുന്നു. ബെഡ്ഷീറ്റ് എല്ലാം കൃത്യമായി മടക്കി വെച്ചിരിക്കുന്നു. വിജയുടെ മുഖത്ത് ഒരു നിമിഷം അല്പം അത്ഭുതം നിഴലിച്ചു. സാധാരണ താൻ കണ്ടിട്ടുള്ള പെൺകുട്ടികളെ പോലെ ആദ്യരാത്രിക്ക് ശേഷം കരഞ്ഞു വിളിച്ച് കിടക്കുന്ന പ്രിയയാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവൾ വളരെ നോർമലായി എഴുന്നേറ്റ് പോയിരിക്കുന്നു. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്ത് റോബും ധരിച്ച് മേശയ്ക്കരികിലേക്ക് നടന്നു. അവിടെ പ്രിയ ഡയറി വെച്ചിരുന്ന സ്ഥലത്തേക്ക് അവൻ നോക്കി. എന്നാൽ അവിടെ ഡയറി ഉണ്ടായിരുന്നില്ല. അവൻ ചുറ്റും തിരഞ്ഞു. പെട്ടെന്നാൾ ടേബിളിലിരുന്ന പേനയുടെ അടപ്പ് മാറ്റി തുറന്നു വെച്ചിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിജയുടെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. അവൻ വേഗം പ്രിയയുടെ ബാഗ് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു അത് തുറന്നു നോക്കി. അതിനുള്ളിൽ നിന്നും ആ കറുത്ത ഡയറി പുറത്തെടുത്തു. അതിന്റെ 1-ാം പേജ് മറിച്ച വിജയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വിടർന്നു. ഇന്നലത്തെ തീയതിക്ക് മുകളിൽ പ്രിയയിട്ട ആ വലിയ ചുവന്ന എക്സ് മാർക്ക് അവനെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി. വിജയിന്റെ കോടീശ്വരനായ ആ ഈഗോ ആ ഒരൊറ്റ അടയാളപ്പെടുത്തലിൽ തകർന്നു തരിപ്പണമായി. അവൾ തന്നെ വെല്ലുവിളിക്കുകയാണെന്ന് അവന് ബോധ്യമായി. വിജയ് ഡയറി കൈകളിൽ ചുരുട്ടിപ്പിടിച്ച് പല്ലുറുമിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്നെ കൗണ്ട് ഡൗൺ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുകയാണോ നീ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യമോ നിനക്ക്? പണത്തിന് വേണ്ടി മാത്രം എന്റെ കാൽക്കൽ വീണ വെറും ഒരു മിഡിൽ ക്ലാസ് പെണ്ണാണ് നീ. ഈ വിജയ് വിശ്വനാഥിനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല പ്രിയ. ഈ 365 ദിവസം കൊണ്ട് നിന്റെ ഈ അഹങ്കാരവും ആത്മവിശ്വാസവും ഞാൻ ഈ മണ്ണിൽ ചവിട്ടി മെതിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അവൻ ആ ഡയറി ദേഷ്യത്തോടെ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അവന്റെ ശ്വാസം ദേഷ്യം കൊണ്ട് വേഗത്തിലാവുകയായിരുന്നു. വിശ്വനാഥ് സാറിന്റെ വലിയ ആഡംബര ബംഗ്ലാവിലെ ഡൈനിങ് ഹാൾ, ഇറ്റാലിയൻ മാർബിൾ വിരിച്ച തറ, ലക്ഷങ്ങൾ വില വരുന്ന ഡൈനിങ് ടേബിൾ. വിശ്വനാഥ് സാർ വാം ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കണ്ണട വെച്ച് രാവിലെ വന്ന പത്രം അതീവ ഗൗരവത്തോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പത്രത്തിലായിരുന്നില്ല. ഇന്നലെ രാത്രി തന്റെ മകൻ ആ പാവം കുട്ടിയോട് എന്ത് ക്രൂരതയായിരിക്കും കാട്ടിയതെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം സ്റ്റെപ്പുകളിലേക്ക് നോക്കുന്നുണ്ട്. ഈ സമയം അടുക്കളയുടെ വശത്തു നിന്നും ഒരു നല്ല നാടൻ മണം ഹാളിലേക്ക് പടർന്നു. നല്ല നെയ്യിൽ മുരിഞ്ഞ ദോശയുടെയും കടുക് വറുത്ത തേങ്ങാ ചട്നിയുടെയും മണമായിരുന്നു അത്. വിശ്വനാഥ സാർ പത്രത്തിൽ നിന്നും പതുക്കെ തലയുയർത്തി നോക്കി. പ്രിയ അടുക്കളയിൽ നിന്നും ഒരു വലിയ സെറാമിക് പ്ലേറ്റിൽ ആവി പറക്കുന്ന 2 ദോശകളും ചെറിയൊരു പാത്രത്തിൽ ചട്നിയുമായി പുഞ്ചിരിയോടെ അങ്ങോട്ട് നടന്നു വന്നു. അവളുടെ മുഖത്തൊരു പുതിയ മരുമകളുടെ യാതൊരുവിധ സങ്കടമോ ഭയമോ ഉണ്ടായിരുന്നില്ല. മറിച്ചൊരു വീട്ടമ്മയുടെ ആത്മവിശ്വാസത്തോടെ അവൾ വിശ്വനാഥ സാറിന്റെ അരികിലേക്ക് ചെന്നു. അതീവ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പറഞ്ഞു, അച്ഛാ, പത്രം വായന കഴിഞ്ഞെങ്കിൽ ദാ ഈ ചൂട് ദോശ കഴിച്ചോളൂ. നല്ല മുരിഞ്ഞതാണ്, അച്ഛൻ ഇഷ്ടപ്പെടും. വിശ്വനാഥ സാർ ഒരു നിമിഷം അത്ഭുതത്തോടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇന്നലെ കണ്ട ആ കരച്ചിലിന്റെ നിഴൽ പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ശാന്തമായി. അദ്ദേഹം പത്രം മടക്കി മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം ആർദ്രമായി അവളുടെ കൈകളിൽ പതുക്കെ തൊട്ടുകൊണ്ട് ചോദിച്ചു, മോളെ പ്രിയ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒത്തിരി വേലക്കാരുണ്ടല്ലോ മോളെ ഇവിടെ. നീ എന്തിനാ ഈ പുലർച്ചെ അടുക്കളയിൽ കയറി കഷ്ടപ്പെടാൻ നിന്നത്? മോളെ,
ഇന്നലെ രാത്രി വിജയ് വല്ലതും അവൻ നിന്നോട് നന്നായി പെരുമാറിയോ മോളെ? അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരച്ഛന്റെ ആകുലത പൂർണ്ണമായി ഉണ്ടായിരുന്നു. പ്രിയ തന്റെ ഉള്ളിലെ മുറിവുകൾ ഒട്ടും പുറത്തു കാണിക്കാതെ വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അതൊന്നും സാരമില്ലച്ചാ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ശീലമുള്ളതല്ലേ. പിന്നെ ജോലി ചെയ്യുന്നതിൽ എന്ത് കഷ്ടപ്പാടാണ്. വിജയ് സാർ, അല്ല, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ സുഖമായി ഉറങ്ങിയച്ചാ. നിങ്ങളതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട. ദാ കഴിക്കൂ അച്ഛാ. തണുത്തു പോയാൽ ഇതിന്റെ രുചി പോകും. വിശ്വനാഥ സാർ കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് ആ ദോശ കഷ്ണം ചട്നിയിൽ മുക്കി കഴിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു ആശ്വാസം നിറഞ്ഞു. അമൃത് പോലെയുണ്ട് മോളെ. എത്രയോ വർഷങ്ങളായി ഈ വലിയ ബംഗ്ലാവിൽ എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ ശമ്പളം വാങ്ങുന്ന വേലക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണം കൊടുത്തു വാങ്ങുന്ന ഭക്ഷണത്തിന് ഒന്നിനും ഒരു സ്നേഹത്തിന്റെ രുചി ഉണ്ടാകാറില്ല. ഇന്നെന്റെ മകൾ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിത്തരുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം മകളെയാണ് ഓർമ്മ വരുന്നത്. ആ അഹങ്കാരിക്ക് നിന്റെ വില മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും മോളെ. നീ അവനോട് ക്ഷമിക്കണം. പ്രിയ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ ആ വാക്കുകൾ കേട്ടുനിന്നു. അപ്പോഴേക്ക് മുകളിൽ നിന്നും ബൂട്ട്സിന്റെ ശബ്ദം കേട്ടു. വിജയ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു. വില കൂടിയ വിദേശ ബ്രാൻഡിന്റെ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് കയ്യിൽ ആഡംബര വാച്ചും കെട്ടി മുടി കൃത്യമായി ചീക്കിയൊതുക്കി തികച്ചും ഒരു ഇന്റർനാഷണൽ ബിസിനസ്സുകാരന്റെ ഗാംഭീര്യത്തോടെയാണ് അവൻ വരുന്നത്. അവൻ ഹാളിലേക്ക് വന്നയുടൻ വിശ്വനാഥ സാറിന്റെയും പ്രിയയുടെയും ആ സന്തോഷത്തോടെയുള്ള സംഭാഷണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തന്റെ റൂമിൽ വെച്ച് ഡയറിയിൽ കണ്ട ആ എക്സ് മാർക്കിന്റെ ദേഷ്യം വിജയുടെ ഉള്ളിൽ ഇപ്പോഴും തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അവൻ ടേബിളിനരികിലേക്ക് വന്നു നിന്നു. പ്രിയ ഒട്ടും മടി കാണിക്കാതെ മറ്റൊരു പ്ലേറ്റിൽ 2 ചൂട് ദോശയുമായി വിജയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. പ്രിയ തികച്ചും ശാന്തമായി സാധാരണ രീതിയിൽ പറഞ്ഞു, ഓഫീസിൽ പോകുന്നതിന് മുൻപ് 2 ദോശ കഴിച്ചിട്ട് പോയിക്കോളൂ. രാവിലെ വെറും വയറ്റിൽ പോകുന്നത് നല്ലതല്ല. വിജയ് ഒരു നിമിഷം ആ ദോശ പ്ലേറ്റിലേക്ക് നോക്കി. പിന്നീട് അവൻ പ്രിയയുടെ മുഖത്തേക്ക് തികഞ്ഞ പുച്ഛത്തോടെയും അവജ്ഞയോടെയും ഒന്ന് നോക്കി. അവൻ ആ പ്ലേറ്റ് കൈകൊണ്ട് പതുക്കെ തള്ളി മാറ്റി. വിജയ് ടോൺ ഉയർത്തി തികച്ചും അഹങ്കാരത്തോടെ ഇംഗ്ലീഷ് കലർന്ന ശൈലിയിൽ പറഞ്ഞു, നോ താങ്ക്സ്. ഫോറിനിൽ ജീവിച്ച വിജയ് വിശ്വനാഥിന് രാവിലെ എഗ് വൈറ്റും കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മാത്രമാണ് ശീലം. അല്ലാതെ ഈ നാടൻ ദോശ തിന്നല്ല. പ്രത്യേകിച്ച് പണത്തിനു വേണ്ടി മാത്രം എന്റെ കഴുത്തിൽ തൂങ്ങിയ എന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഈ ബംഗ്ലാവിൽ കയറിപ്പറ്റി ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങി തിന്നാൻ എനിക്ക് താല്പര്യമില്ല. വിജയുടെ ആ വിഷം നിറഞ്ഞ ക്രൂരമായ വാക്കുകൾ കേട്ടതും വിശ്വനാഥ സാറിന്റെ കയ്യിലെ ദോശ കഷ്ണം താഴെ വീണു. അദ്ദേഹത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് കസേരയിൽ നിന്നും മേശപ്പുറത്ത് കനത്തിലടിച്ച് എഴുന്നേറ്റു. ഹാൾ മുഴങ്ങുന്ന ശബ്ദത്തിൽ അദ്ദേഹം ആക്രോശിച്ചു, വിജയ്, ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് വല്ല ബോധ്യവുമുണ്ടോടാ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭാര്യയോടാണ് നീ ഈ സംസാരിക്കുന്നത്. ഇത്രയും സംസ്കാരമില്ലാത്തവനായിപ്പോയല്ലോ നീ. വിജയ് അച്ഛന്റെ ദേഷ്യം കണ്ട് ഒട്ടും ഭയക്കാതെ തികച്ചും കൂളായി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഭാര്യയോ? പ്ലീസ് ഡാഡ്, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് ഡ്രാമ. ഇത് വെറും ഒരു 365 ദിവസത്തെ വിവാഹ കരാർ മാത്രമാണ്. അതിനപ്പുറം ഇവൾക്ക് എന്റെ ലൈഫിലോ ഈ വീട്ടിലോ ഒരു അവകാശവുമില്ല. ഒരു വിൽപ്പനച്ചരക്കിന് കൊടുക്കേണ്ട ബഹുമാനമേ എനിക്ക് തരാൻ കഴിയൂ. സോ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറും. വിജയിന്റെ വാക്കുകൾ കേട്ട് വിശ്വനാഥ സാർ നെഞ്ചിൽ കൈവച്ച് കസേരയിലേക്ക് ഇരിക്കാനാഞ്ഞു. അദ്ദേഹത്തിന്റെ BP കൂടുന്നത് പോലെ തോന്നി. എന്നാൽ പ്രിയ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് വിശ്വനാഥ സാറിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൾ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തു കൊടുത്തു. പ്രിയ അദ്ദേഹത്തെ നോക്കി ശാന്തമായി പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? അദ്ദേഹത്തെ നിർബന്ധിക്കരുത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഈ വീട്ടിലെ ഒരു താൽക്കാലിക അതിഥി മാത്രമാണ്. അതുകൊണ്ട് എനിക്കിതിൽ ഒരു വിഷമവുമില്ല. അവൾ പതുക്കെ തിരിഞ്ഞു. എന്നിട്ട് കയ്യിലെ ദോശ പ്ലേറ്റ് ടേബിളിൽ ശബ്ദത്തോടെ വെച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു സിംഹത്തിന്റെ വീര്യമുണ്ടായിരുന്നു. അവൾ വിജയിന്റെ കണ്ണുകളിലേക്ക് നേരെ തറപ്പിച്ചു നോക്കി. അവളുടെ ആ നോട്ടം കണ്ട് വിജയ് ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. പ്രിയ ശബ്ദം താഴ്ത്തി എന്നാൽ അതീവ കടുപ്പത്തിൽ വിജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മിസ്റ്റർ വിജയ് വിശ്വനാഥ്, നിങ്ങൾ തന്ന 365 ദിവസത്തിന്റെ ഡയറിയിൽ ഒരു ദിവസം ഇന്ന് രാവിലെ ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി ബാക്കി ദിവസങ്ങളിൽ ഈ വലിയ ബംഗ്ലാവിന്റെ അടുക്കളയിൽ നിന്നും ഈ നാടൻ ദോശയുടെയും കട്ടൻ ചായയുടെയും മണം നിങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. അന്ന് ഈ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നിങ്ങളുടെ നാവിൽ വെള്ളം വരും. ഈ പ്രിയ വിളമ്പുന്ന ഭക്ഷണത്തിനായി ഈ ഡൈനിങ് ടേബിളിന് മുന്നിൽ നിങ്ങൾ കൈനീട്ടുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ തരുന്ന ഈ ദോശ നിങ്ങൾ ഇരുന്ന് വാങ്ങി കഴിക്കും. ഇത് ഈ പ്രിയയുടെ ഓപ്പൺ ചലഞ്ചാണ്. പ്രിയയുടെ ആ അപ്രതീക്ഷിതമായ മാസ് മറുപടിയും ആത്മവിശ്വാസവും കേട്ട് വിജയ് പൂർണ്ണമായും ഞെട്ടിപ്പോയി. തന്നെ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യമുള്ള ഒരു പെണ്ണിനെ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അവൻ ദേഷ്യം കൊണ്ട് പല്ലിറുമി അവളെ നോക്കി. തന്റെ ഈഗോ വീണ്ടും തകർന്നതിന്റെ കടുപ്പത്തിൽ അവൻ കാറിന്റെ കീയും എടുത്ത് ഒറ്റ നടത്തത്തിന് പുറത്തേക്ക് പോയി. അവന്റെ കാർ അമിത വേഗതയിൽ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം ഹാളിലേക്ക് കേൾക്കാമായിരുന്നു. പ്രിയ ഒരു നിശ്വാസത്തോടെ വിശ്വനാഥ സാറിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അച്ഛൻ വന്ന് ബാക്കി ഭക്ഷണം കഴിക്കേ. ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവട്ടെ. എനിക്ക് 9 മണിക്ക് മുൻപ് ഓഫീസിൽ എത്തേണ്ടതാണ്. വിശ്വനാഥ സാർ പ്രിയയെ നോക്കി അഭിമാനത്തോടെ മനസ്സിൽ ചിന്തിച്ചു. വിജയ്, വലിയൊരു പുലിയെയാണ് നീ നിന്റെ അഹങ്കാരം കൊണ്ട് തൊട്ടു നിർത്തിയിരിക്കുന്നത്.
നിന്റെ ഈ പണക്കൊഴുപ്പ് ഇവൾ തിരുത്തി തരും, എനിക്ക് ഉറപ്പാണ്. വിശ്വനാഥൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അത്യാധുനികമായ ഹെഡ് ഓഫീസിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത്. ചില്ലിട്ട വലിയ ക്യാബിനുകൾ, കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാർ, തികച്ചും ഒരു വലിയ കോർപ്പറേറ്റ് അന്തരീക്ഷം. MDയുടെ വലിയ ബോർഡ് വെച്ച ആഡംബര ക്യാബിനുള്ളിൽ വിജയ് തന്റെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുകയാണ്. ടേബിളിൽ വില കൂടിയ ലാപ്ടോപ്പും ഫയലുകളുമുണ്ട്. എന്നാൽ രാവിലെ ഡൈനിങ് ടേബിളിൽ വെച്ച് പ്രിയ നൽകിയ ആ കനത്ത വെല്ലുവിളി അവന്റെ മനസ്സിനെ ഇപ്പോഴും അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ തന്റെ കോട്ടിന്റെ ബട്ടൺസ് ലൂസ് ചെയ്തു. ഈ സമയം ക്യാബിനിന്റെ ഗ്ലാസ് വാതിലിൽ 2 തവണ പതുക്കെ മുട്ടുന്ന ശബ്ദം കേട്ടു. വിജയ് പതുക്കെ തലയുയർത്തി നോക്കി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് മറ്റാരുമായിരുന്നില്ല, പ്രിയയായിരുന്നു അത്. എന്നാൽ വീട്ടിൽ കണ്ട ആ നാടൻ പെൺകുട്ടിയായിരുന്നില്ല അവൾ. ഫോർമൽ രീതിയിൽ സാരിയുടുത്ത് ഐഡന്റിറ്റി കാർഡ് കഴുത്തിലണിഞ്ഞ് തികച്ചും ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റ് ജീവനക്കാരിയുടെ ഭാവത്തോടെയാണ് അവൾ അകത്തേക്ക് വന്നത്. അവളുടെ കൈകളിൽ ഈ മാസത്തെ പ്രോജക്ട് റിപ്പോർട്ടുകൾ അടങ്ങിയ ചില പ്രധാനപ്പെട്ട ഫയലുകൾ ഉണ്ടായിരുന്നു. അവൾ യാതൊരു ഭയവുമില്ലാതെ വിജയന്റെ ടേബിളിനരികിലേക്ക് നടന്നു ചെന്നു. പ്രിയ തികച്ചും ഔദ്യോഗികമായ ശബ്ദത്തിൽ ഗൗരവത്തോടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് സാർ. ഈ മാസത്തെ പുതിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ റിപ്പോർട്ടുകളും ക്ലയന്റ് ഡീറ്റെയിൽസുമാണ് ഇത്. വിശ്വനാഥ് സാർ ഇത് നോക്കി അപ്രൂവ് ചെയ്തതാണ്. ഇനി സാർ കൂടി ഒന്ന് ഒപ്പിട്ടാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അവൾ ഫയലുകൾ വിജയന്റെ മുന്നിലേക്ക് കൃത്യമായി വെച്ചു. വിജയ് ഒരു നിമിഷം വിരലുകൾ കോർത്തു പിടിച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. അവൻ ഫയലിലേക്ക് നോക്കാതെ പ്രിയയുടെ മുഖത്തേക്ക് തികഞ്ഞ പരിഹാസത്തോടെ നോക്കി. എന്നിട്ട് അവൻ ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ പറഞ്ഞു, ഓഹോ, രാവിലെ വീട്ടിൽ വെച്ച് വലിയ ഡയലോഗും ചലഞ്ചും ഒക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് സാറെന്ന് വിളിച്ച് മാന്യത അഭിനയിക്കുകയാണോ? അതോ വിശ്വനാഥ സാറിന്റെ മരുമകളായതുകൊണ്ട് ഈ കമ്പനിയുടെ പകുതി അധികാരം നിന്റെ കയ്യിലാണെന്നുള്ള വിചാരമുണ്ടോ നിനക്ക്? പ്രിയ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ ശാന്തമായി പറഞ്ഞു, മിസ്റ്റർ വിജയ്, വീട്ടിൽ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട്. അത് വേറെ കാര്യം. അവിടെ ഞാൻ നിങ്ങളുടെ 1 വർഷത്തെ കരാർ ഭാര്യ മാത്രമായിരിക്കാം. പക്ഷേ ഈ ഓഫീസിനുള്ളിൽ കയറിയാൽ ഞാൻ വിശ്വനാഥൻ ഗ്രൂപ്പിലെ ഒരു സീനിയർ സ്റ്റാഫ് മാത്രമാണ്. എന്റെ ജോലിയിൽ ഞാൻ കൃത്യത കാണിക്കാറുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സാറിന് എന്റെ മേൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾ ഓഫീസിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദയവായി ഫയൽ നോക്കി ഒപ്പിട്ട് തരൂ. പ്രിയയുടെ ആ മറുപടി വിജയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവൻ ഫയൽ ദേഷ്യത്തോടെ ടേബിളിന്റെ അറ്റത്തേക്ക് തള്ളി മാറ്റി. ഈ സമയം ക്യാബിനിന്റെ വാതിൽ തുറന്ന് ശാലിനി അകത്തേക്ക് കടന്നു വന്നു. ലണ്ടനിൽ വെച്ച് വിജയന്റെ സുഹൃത്തായിരുന്ന, ഇപ്പോൾ ഇതേ കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന മോഡേണായ ഒരു പെൺകുട്ടിയായിരുന്നു ശാലിനി. അവൾ പ്രിയയെയും വിജയെയും മാറി മാറി നോക്കി. ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വരുത്തിക്കൊണ്ട് വിജയന്റെ കസേരയ്ക്ക് തൊട്ടരികിലേക്ക് നടന്നു വന്നു. വിജയന്റെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, ഹായ് വിജയ്, വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണോ? അച്ഛൻ നിർബന്ധിച്ച് നിന്റെ കഴുത്തിൽ കെട്ടിവെച്ച ആ നാടൻ പെണ്ണിന്റെ കൂടെ ഒരൊറ്റ രാത്രി ഇരുന്നപ്പോഴേക്കും നിനക്ക് ഇത്രയും ബോറടിച്ചോ? അവൾ പ്രിയയെ തികഞ്ഞ പുച്ഛത്തോടെ നോക്കി ഉറക്കെ ചിരിച്ചു. വിജയ് ഒന്നും മിണ്ടാതെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. പ്രിയയ്ക്ക് സങ്കടം വരുന്നതും അവൾ കരയുന്നതും കാണാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ പ്രിയയുടെ മുഖത്ത് യാതൊരു തളർച്ചയും ഉണ്ടായിരുന്നില്ല. അവൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ശാലിനിക്ക് നേരെ തിരിഞ്ഞു. ശബ്ദത്തിൽ വല്ലാത്തൊരു ഗാംഭീര്യം വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, എക്സ്ക്യൂസ് മീ മിസ് ശാലിനി. വിജയ് വിശ്വനാഥ് ആരെ കല്യാണം കഴിച്ചാലും അത് അദ്ദേഹത്തിന് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ കമ്പനിയുടെ MD ക്യാബിനിൽ നിങ്ങൾക്കൊരു അവകാശവുമില്ല. പിന്നെ ഈ വീട്ടുകാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാൻ വിജയ് സാറിനിപ്പോൾ സമയമില്ല. ഇന്ന് രാത്രി കറക്റ്റ് 8 മണിക്ക് ദുബൈയിൽ നിന്നുള്ള വലിയൊരു ക്ലയന്റുമായി ഈ കമ്പനിയുടെ കോടികൾ വിലമതിക്കുന്ന പ്രോജക്ട് മീറ്റിംഗ് ഉണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തേണ്ടതുണ്ട്. പ്രിയയുടെ ആ അപ്രതീക്ഷിതമായ ഇടപെടൽ കേട്ട് ശാലിനിയുടെ മുഖം വിളറി. അവൾ ദേഷ്യത്തോടെ വിജയിയെ നോക്കി. വിജയ്, എന്താ ഇത്? ഇന്ന് ഈവനിങ് നമ്മൾ ഒരുമിച്ചൊരു പാർട്ടിക്ക് പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? അതിനിടയിൽ ഈ വേലക്കാരി പെണ്ണാണോ എന്റെ ഷെഡ്യൂൾ മാറ്റുന്നത്? പ്രിയ ശാലിനിയുടെ വാക്കുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായി പറഞ്ഞു, വേലക്കാരിയല്ല, MDയുടെ അസിസ്റ്റന്റ് ആണ് ഞാൻ. കമ്പനിയുടെ ലാഭമാണ് ഒരു MDക്ക് പാർട്ടിയേക്കാൾ വലുത്. വിജയ് സാർ ഇന്നൊരിടത്തേക്കും പോകുന്നില്ല. ഈ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കും. മീറ്റിംഗിന്റെ ഫയലുകൾ ഞാൻ റെഡിയായി വെച്ചിട്ടുണ്ട്. സോ മിസ് ശാലിനി, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്യാബിനിലേക്ക് പോകാം. ജോലി സമയത്ത് ഇവിടെ വന്ന് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയരുത്. പ്രിയയുടെ ആ സ്മാർട്ടും മാസുമായ മറുപടി കേട്ട് ശാലിനിക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ അപമാനിതയായി ജാടയോടെ കാൽ നിലത്ത് തട്ടി ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിജയ് കസേരയിൽ നിന്നും അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു. വീട്ടിൽ വെച്ച് തന്നെ വെല്ലുവിളിച്ച പെൺകുട്ടി ഓഫീസിൽ വന്ന് തന്റെ ബിസിനസ് താല്പര്യങ്ങളെയും സമയത്തെയും എത്ര കൃത്യമായിട്ടാണ് സംരക്ഷിച്ചതെന്ന് കണ്ട് അവന്റെ ഉള്ളിൽ ചെറിയൊരു ബഹുമാനം തോന്നിയെങ്കിലും ഈഗോ അത് പുറത്തു കാണിക്കാൻ സമ്മതിച്ചില്ല. വിജയ് ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആരാ എന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാൻ? ഞാൻ പാർട്ടിക്ക് പോകണോ മീറ്റിംഗിന് ഇരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പ്രിയ ഒരു ചെറിയ നിഗൂഢമായ പുഞ്ചിരിയോടെ ഫയൽ അവന്റെ മുന്നിലേക്ക് വീണ്ടും നീക്കിവെച്ചു. തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് സാർ. കോടികളുടെ ഈ ബിസിനസ് ഡീൽ നഷ്ടപ്പെടുത്തി പാർട്ടിക്ക് പോയാൽ വിശ്വനാഥ് സാർ നിങ്ങളെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ആ വലിയ ലണ്ടൻ ലൈഫും സ്വാതന്ത്ര്യവും എല്ലാം തകരും. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ ഫയലിൽ ഒപ്പിട്ടിട്ട് മീറ്റിങ്ങിന് തയ്യാറായിക്കോളൂ. വിജയ്ക്ക് പ്രിയ പറഞ്ഞത് തികച്ചും ശരിയാണെന്ന് ബോധ്യമായി.
അവൾ തന്റെ ബിസിനസ്സിനെയാണ് രക്ഷിച്ചത്. അവനൊന്നും മിണ്ടാതെ പല്ലിറുമിക്കൊണ്ട് ആ പ്രോജക്ട് ഫയലിൽ ഒപ്പിട്ട് അവളുടെ നേരെ നീട്ടി. പ്രിയ ആ ഫയൽ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എന്നാൽ വാതിൽക്കലെത്തിയ ശേഷം അവൾ പതുക്കെ വിജയ്ക്ക് നേരെ തിരിഞ്ഞു നോക്കി. പ്രിയ കുസൃതിയും മാസം നിറഞ്ഞ ഒരു നോട്ടത്തോടെ പറഞ്ഞു, ഓ പിന്നെ ഒരു കാര്യം സാർ, രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പാർട്ടിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒട്ടും സങ്കടപ്പെടേണ്ട. ക്ഷീണിച്ച് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ കുടിക്കാൻ നല്ല ചൂട് നാടൻ കട്ടൻ ചായ ഞാൻ ഇട്ടുവെക്കാം. ബൈ സാർ. അവൾ തികഞ്ഞ അഹങ്കാരത്തോടെ ക്യാബിൻ വാതിൽ തള്ളി തുറന്ന് മാസായി പുറത്തേക്ക് നടന്നുപോയി. വിജയ് ദേഷ്യം കൊണ്ടും ജാളിത കൊണ്ടും തന്റെ മേശപ്പുറത്ത് കൈകൊണ്ടിടിച്ചു. പ്രിയ ഓരോ തവണയും തന്നെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണെന്ന് അവന് മനസ്സിലായി. ബംഗ്ലാവിലെ വലിയ ഹാൾ മുഴുവൻ പാർട്ടിക്കായി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. വെസ്റ്റേൺ മ്യൂസിക് പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. വിജയുടെ ലണ്ടനിലെ സുഹൃത്തുക്കളും ഓഫീസിലെ ശാലിനി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും പാർട്ടിക്കായി എത്തിക്കഴിഞ്ഞു. എല്ലാവരും മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ ഡ്രിങ്ക്സുമായി സംസാരിച്ചു നിൽക്കുകയാണ്. വിജയ് ഒരു ബ്ലാക്ക് ബ്ലേസർ അണിഞ്ഞ് തികച്ചും സ്റ്റൈലിഷായി സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നു. വിശ്വനാഥ് സാർ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ തന്റെ റൂമിലിരിക്കുകയാണ്. ശാലിനി തന്റെ കയ്യിലെ ഗ്ലാസുമായി വിജയുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് പ്രിയയെ നാണം കെടുത്താൻ പോകുന്നതിന്റെ കൗതുകമുണ്ടായിരുന്നു. ശാലിനി ചുറ്റും നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു, ഹേയ് വിജയ്, വാട്ട് എ വണ്ടർഫുൾ പാർട്ടി. പക്ഷേ നിന്റെ ആ കരാർ ഭാര്യ എവിടെ? അവളെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചില്ലേ? അതോ ഇത്രയും മോഡേണായ ആളുകളുടെ മുന്നിലേക്ക് വരാൻ ആ നാടൻ പെണ്ണിന് പേടിയാണോ? ശാലിനിയുടെ സംസാരം കേട്ട് വിജയുടെ സുഹൃത്തുക്കൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. വിജയുടെ ചുണ്ടിലും ഒരു ചെറിയ പരിഹാസ ചിരി വിരിഞ്ഞു. പ്രിയയെ ഈ ആധുനിക സമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിച്ച് അവളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരുന്നു വിജയുടെ ലക്ഷ്യം. വിജയ് അഹങ്കാരത്തോടെ പറഞ്ഞു, അവൾ അടുക്കളയിൽ കാണും ശാലിനി. ലണ്ടൻ കൾച്ചറും ഇംഗ്ലീഷും ഒന്നും സംസാരിക്കാൻ അറിയാത്ത ആ നാടൻ കുട്ടി എങ്ങനെയായി പാർട്ടിയിലേക്ക് വരിക? ജസ്റ്റ് ലീവ് ഇറ്റ്, നമുക്ക് എൻജോയ് ചെയ്യാം. വിജയ് പറഞ്ഞു തീർന്നതേയുള്ളൂ. പെട്ടെന്ന് ഹാളിലെ വലിയ സ്റ്റെപ്പുകൾക്ക് മുകളിലെ ലൈറ്റ് തെളിഞ്ഞു. പശ്ചാത്തല സംഗീതം പെട്ടെന്ന് ശാന്തവും മനോഹരവുമായ വെസ്റ്റേൺ ബീറ്റ്സിലേക്ക് മാറി. ഹാളിൽ നിന്നിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി. വിജയുടെ കയ്യിലെ ഗ്ലാസ് തറയിൽ വീഴാൻ പോകുന്ന പാകത്തിൽ അവൻ അന്തം വിട്ടു നിന്നുപോയി. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്നത് പ്രിയയായിരുന്നു. എന്നാൽ സാധാരണ കോട്ടൺ സാരി ധരിക്കുന്ന ആ പ്രിയ ആയിരുന്നില്ല അത്. അവൾ അതീവ സുന്ദരിയായി വളരെ എലഗന്റായ ഒരു ബ്ലാക്ക് ഇൻഡോ വെസ്റ്റേൺ ഗൗൺ ധരിച്ചിരുന്നു. മുടി മനോഹരമായി കെട്ടിവെച്ച് ലളിതമായ ഡയമണ്ട് കമ്മലുകൾ മാത്രം അണിഞ്ഞ് തികച്ചും ഒരു അന്താരാഷ്ട്ര ബിസിനസ് മാഗ്നറ്റിന്റെ ഭാര്യയുടെ ഗാംഭീര്യത്തോടെയാണ് അവൾ നടന്നു വരുന്നത്. അവളുടെ കഴുത്തിലെ ആ മഞ്ഞച്ചരടുള്ള താലി ആ ഗൗണിന് മുകളിലൂടെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിയ വളരെ ആത്മവിശ്വാസത്തോടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഓരോ സ്റ്റെപ്പും ഇറങ്ങി വിജയന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിലേക്ക് നടന്നു വന്നു. ശാലിനിയുടെ മുഖം ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും കറുത്തുപോയി. വിജയ്ക്ക് പ്രിയയിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പ്രിയ വിജയുടെ സുഹൃത്തുക്കളെ നോക്കി അതീവ ശുദ്ധമായ ലണ്ടൻ ആക്സെന്റിൽ സംസാരിച്ചു. ഹലോ എവരിവൻ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു വിശ്വനാഥ് മാർഷൻ. ഐ ആം പ്രിയ വിശ്വനാഥ്. ഐ ഹോപ്പ് യു ഓൾ ആർ എൻജോയിങ് ദ പാർട്ടി. പ്രിയയുടെ ആ മനോഹരമായ ഇംഗ്ലീഷ് സംസാരവും രൂപവും കണ്ടതും വിജയന്റെ ഫോറിൻ സുഹൃത്തുക്കൾ കൈയടിക്കാൻ തുടങ്ങി. അവർ പ്രിയയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഓ മൈ ഗോഡ് വിജയ്, യു ആർ സോ ലക്കി. നിന്റെ ഭാര്യ ഇത്രയും ബ്യൂട്ടിഫുള്ളും സ്മാർട്ടുമാണെന്ന് നീ ഞങ്ങളോട് പറഞ്ഞതേ ഇല്ലല്ലോ. ഹായ് പ്രിയ, നൈസ് ടു മീറ്റ് യു. പ്രിയ അവരുമായി കൈ കൊടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. വിജയ് എപ്പോഴും ലണ്ടനിലെ ബിസിനസിനെ കുറിച്ച് പറയാറുണ്ട്. നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണൽസിനെ വീട്ടിൽ കിട്ടിയതിൽ എനിക്കും സന്തോഷം. പ്രിയ ഓരോരുത്തരോടും വളരെ മാന്യമായും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കാൻ തുടങ്ങി. ബിസിനസിനെ കുറിച്ചും ലണ്ടൻ കൾച്ചറിനെ കുറിച്ചും അവൾ വളരെ കൃത്യമായി സംസാരിക്കുന്നത് കേട്ട് വിജയ് പൂർണ്ണമായും ഞെട്ടിപ്പോയി. ഒരു സാധാരണ മിഡിൽ ക്ലാസ് പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും സ്മാർട്ടാകാൻ കഴിയുന്നു എന്നവൻ ചിന്തിച്ചു. ഇത് കണ്ട് ശാലിനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പ്രിയയെ എങ്ങനെയും തരം താഴ്ത്താൻ വേണ്ടി മുന്നോട്ട് വന്നു. ശാലിനി ഉറക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഓഹോ, ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പഠിച്ചല്ലോ. പക്ഷേ പ്രിയ, നീ എത്രയൊക്കെ മോഡേൺ ഡ്രസ് ആയാലും നിന്റെ കഴുത്തിലെ ആ വില കുറഞ്ഞ മഞ്ഞ ചരടുണ്ടല്ലോ, അത് നിന്റെ ആ നാടൻ പശ്ചാത്തലത്തെ കാണിച്ചു തരുന്നുണ്ട്. ഈ ആഡംബര പാർട്ടിക്ക് ആ ചരട് വല്ലാത്തൊരു വിയോജിപ്പാണ്. ശാലിനിയുടെ ആ ക്രൂരമായ വ്യക്തിഹത്യ കേട്ട് ഹാൾ പെട്ടെന്ന് നിശബ്ദമായി. വിജയ് ശാലിനിയെ തടയാനാഞ്ഞെങ്കിലും അതിനു മുൻപ് പ്രിയ ഒരു പടി കൂടി മുന്നോട്ട് വന്ന് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. പ്രിയ ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി കടുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു, മിസ് ശാലിനി, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ കോടികൾ വിലമതിക്കുന്ന വസ്ത്രങ്ങളും ഡയമണ്ട് നെക്ലേസും പണം കൊടുത്താൽ ഈ ലോകത്ത് എവിടെ നിന്നും വാങ്ങാൻ കിട്ടും. അതിന് വെറും പണത്തിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ കഴുത്തിലെ ഈ മഞ്ഞ ചരടുണ്ടല്ലോ, ഇത് ഒരു ഇന്ത്യൻ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമാണ്. ഇതിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള സംസ്കാരം ലണ്ടനിൽ ജീവിച്ച നിങ്ങൾക്കില്ലാതെ പോയതിൽ എനിക്ക് കഷ്ടം തോന്നുന്നു. സോ കീപ് യുവർ ലിമിറ്റ്സ്. പ്രിയയുടെ അക്കാനത്ത മാസ് മറുപടി കേട്ടതും ഹാളിലുണ്ടായിരുന്ന വിദേശ സുഹൃത്തുക്കൾ പോലും അറിയാതെ കൈയടിച്ചു പോയി. ശാലിനി അപമാനിതയായി തല താഴ്ത്തി. വിജയ് പ്രിയയെ നോക്കി ശില പോലെ നിന്നുകൊണ്ട് പണം കൊണ്ട് പ്രിയയുടെ ശരീരത്തെ ഒരു വർഷത്തേക്ക് കരാറിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അവളുടെ ആത്മാഭിമാനത്തെയും സംസ്കാരത്തെയും തൊടാൻ പോലും തന്റെ പണത്തിന് കഴിയില്ലെന്ന് വിജയന്റെ ഉള്ളിൽ ഈഗോയ്ക്ക് ആദ്യമായി മനസ്സിലായി.
അവളോട് വല്ലാത്തൊരു ബഹുമാനം വിജയന്റെ മനസ്സിൽ ഉടലെടുത്തു. പ്രിയ വിജയുടെ മുഖത്തേക്ക് വിജയശ്രീ ലാളിതനായി ഒന്ന് നോക്കി. എന്നിട്ട് ഹാളിൽ നിന്ന് മുകളിലേക്ക് നടന്നുപോയി. കഴിഞ്ഞ രാത്രിയിലെ പാർട്ടിക്ക് ശേഷം വിജയുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവൻ ഹാളിലെ സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ നോക്കുകയാണെങ്കിലും അവന്റെ ശ്രദ്ധ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രിയയിലാണ്. ഇന്നലത്തെ അവളുടെ മാസ് എൻട്രി അവൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിശ്വനാഥ് സാർ അടുത്തിരുന്ന് ചായ കുടിച്ചു. ഈ സമയം ബംഗ്ലാവിന്റെ വലിയ സിറ്റൗട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും പതുക്കെ പ്രിയയുടെ അമ്മ ഭാരതിയമ്മയും അനിയത്തി മീനുവും ഇറങ്ങി. ഭാരതിയമ്മയുടെ കയ്യിൽ പ്രിയയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ അടങ്ങിയ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. അമ്മയും മീനുവും മടിയോടെയും ഭയത്തോടെയും ആ വലിയ ബംഗ്ലാവിലേക്ക് കയറി വന്നു. ഹാളിന്റെ വാതിൽക്കൽ അവരെ കണ്ടതും വിശ്വനാഥ സാർ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു. ആരാ ഇത്? ഭാരതിയോ? വാ, അകത്തേക്ക് വാ. അമ്മയുടെ ശബ്ദം കേട്ട് പ്രിയ അടുക്കളയിൽ നിന്നും ഓടി വന്നു. തന്റെ അമ്മയെ ആ വലിയ വീട്ടിൽ കണ്ടതും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്താ ഈ സമയത്ത്? ശരീരമൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? യാത്ര ചെയ്തത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഭാരതി മകളുടെ മുഖത്ത് തലോടിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മോളെ. കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കാണാൻ തോന്നി. നീ ആകെ മെലിഞ്ഞു പോയല്ലോ മോളെ. ഇവിടെ നിനക്ക് സുഖം തന്നെയല്ലേ? അമ്മയുടെ ആ ചോദ്യം കേട്ടതും പ്രിയയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ അറിയാതെ സോഫയിലിരിക്കുന്ന വിജയിയെ നോക്കി. വിജയ് ലാപ്ടോപ്പ് മാറ്റിവെച്ച് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. വിജയിയെ കണ്ടതും ഭാരതിയമ്മ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി. മോനെ, വിജയ് മോനെ. പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. മോളെ കാണാൻ ഒരു കൊതി. ഈ സമയം പ്രിയ ഉള്ളിൽ വല്ലാതെ ഭയന്നു. വിജയ് അമ്മയെ അപമാനിക്കുമോ? കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കുമോ എന്ന് പ്രിയ പേടിച്ചു. അവൾ വിജയിയെ നോക്കി കണ്ണുകൾ കൊണ്ട് അപേക്ഷിക്കുന്നത് പോലെ ഒന്നും പറയരുതെന്ന് ആംഗ്യം കാണിച്ചു. എന്നാൽ വിജയുടെ മനസ്സിൽ ഇന്നലത്തെ പാർട്ടിക്ക് ശേഷം പ്രിയയോടൊരു ബഹുമാനമുണ്ടായിരുന്നു. കൂടാതെ ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രിയ സ്വന്തം ജീവിതം പണയം വെച്ചതെന്ന സത്യവും അവനറിയാം. വിജയ് പ്രിയയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന് ഭാരതിയമ്മയുടെ കൈകളിൽ പിടിച്ചു. അവന്റെ മുഖത്തൊരു മരുമകന്റെ മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. വിജയ് അതീവ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചു. അമ്മ എന്തായി പറയുന്നത്? സ്വന്തം മകളെ കാണാൻ വരാൻ അമ്മയ്ക്കെന്തിനാ പെർമിഷൻ? അമ്മ വരൂ, വന്നിരിക്കൂ. വിജയുടെ ആ പെരുമാറ്റം കണ്ട് പ്രിയയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വിശ്വനാഥ സാറിന്റെ മുഖത്തും വലിയൊരു സന്തോഷം നിറഞ്ഞു. വിജയ് അമ്മയെ സോഫയിലേക്ക് ഇരുത്തി. ഭാരതിയമ്മ കയ്യിലെ പൊതി പ്രിയയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മോളെ, നിനക്കിഷ്ടമുള്ള നെയ്യപ്പമാ ഇത്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാ. വിജയ് പെട്ടെന്ന് ആ പൊതി അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി കുസൃതിയോടെ പറഞ്ഞു. അമ്മേ, അപ്പോൾ എനിക്കില്ലേ? പ്രിയ ഉണ്ടാക്കുന്ന ദോശ കഴിച്ച് എനിക്ക് മടുത്തു. അമ്മ കൊണ്ടുവന്ന ഈ നെയ്യപ്പമാ ഇനി എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ആ പൊതി തുറന്നൊരു നെയ്യപ്പം എടുത്ത് വായിലേക്ക് വെച്ചു. എന്നിട്ട് പ്രിയയെ നോക്കി കണ്ണു കാണിച്ചു. പ്രിയയ്ക്ക് ചിരി വന്നെങ്കിലും അവൾ അത് അടക്കി പിടിച്ച് വിജയിയെ നോക്കി നിന്നു. കപടമാണെങ്കിലും വിജയ് അമ്മയുടെ മുന്നിൽ നല്ല ഒരു ഭർത്താവായി അഭിനയിക്കുന്നത് കണ്ട് അവൾക്കുള്ളിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഭാരതിയമ്മ വിജയുടെയും പ്രിയയുടെയും ആ പരസ്പര നോട്ടം കണ്ട് സന്തോഷത്തോടെ കണ്ണീർ തുടച്ചു. ഈശ്വര, എന്റെ മോൾ ഭാഗ്യവതിയാ. വിജയ് മോൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് സമാധാനമായി മരിക്കാം. ഭാരതിയമ്മ വിശ്വനാഥ സാറിനെ നോക്കി പറഞ്ഞു. വിജയ് ഭാരതിയമ്മയുടെ കൈകളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ, ഇനി എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അമ്മ ഒട്ടും വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കണം. വിജയ് ആ വാക്കു പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രിയയുടെ കണ്ണുകളിലേക്ക് നീണ്ടു ചെന്നു. ആ നോട്ടത്തിൽ വെറുമൊരു അഭിനയമായിരുന്നില്ല, മറിച്ച് പ്രിയയുടെ നന്മ തിരിച്ചറിഞ്ഞ നായകന്റെ മനസ്സിലെ യഥാർത്ഥ പ്രണയത്തിന്റെ ആദ്യത്തെ തിളക്കമായിരുന്നു അത്. പ്രിയയും ഒരു നിമിഷം വിജയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി. അവരുടെ ഇടയിലെ ആ മൗനം വരാൻ പോകുന്ന വലിയൊരു പ്രണയത്തിന്റെ സൂചന നൽകി. ബംഗ്ലാവിലെ സൽക്കാരമെല്ലാം കഴിഞ്ഞ് ഭാരതിയമ്മയും അനിയത്തി മീനുവും തിരികെ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. പ്രിയയുടെയും വിജയന്റെയും സന്തോഷമുള്ള ജീവിതം കണ്ട സംതൃപ്തി ആ അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. വിജയ് തന്നെയാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ കാർ റെഡിയാക്കിയത്. അമ്മേ, ഒത്തിരി വൈകണ്ട. ട്രെയിൻ വരാൻ സമയമായി. പ്രിയ ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിക്കേണ്ട. അവൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ അമ്മയെയും മീനുവിനെയും സുരക്ഷിതമായി കൊണ്ടാക്കാം. വിജയ് സ്നേഹത്തോടെ ഭാരതിയമ്മയോട് പറഞ്ഞു. വിജയിന്റെ ആ കരുതൽ കണ്ടപ്പോൾ ഭാരതിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. അവർ പ്രിയയെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. പ്രിയ ബംഗ്ലാവിന്റെ സിറ്റൗട്ടിൽ നോക്കി നിൽക്കെ വിജയ് അവരെയും കൂട്ടി കാർ ഓടിച്ചു പോയി. കാർ അകന്നു പോകുന്നു നോക്കി നിന്ന പ്രിയയുടെ മനസ്സിൽ വിജയോട് വല്ലാത്തൊരു ബഹുമാനവും നന്ദിയും തോന്നിയ നിമിഷമായിരുന്നു അത്. അമ്മയെയും അനിയത്തിയും യാത്രയാക്കി വിജയ് തിരികെ റൂമിലേക്ക് വരുമ്പോൾ രാത്രി 10 മണിയായിരുന്നു. റൂമിൽ പ്രിയ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ശൂന്യമായി നിൽക്കുകയാണ്. മേശപ്പുറത്തിരുന്ന ആ 1 വർഷത്തെ കരാർ പത്രത്തിലേക്ക് വിജയുടെ കണ്ണുകൾ നീണ്ടു. അതിനി ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല. പതിവ് പോലെ പ്രിയ ഒരു ഗ്ലാസ് പാലുമായി അവന്റെ അരികിലേക്ക് വന്നു. വിജയ് ആ എഗ്രിമെന്റ് ഫയൽ കയ്യിലെടുത്ത് പ്രിയയ്ക്ക് നേരെ കാണിച്ചു പതുക്കെ ഒരു വിഷാദ ചിരിയോടെ പറഞ്ഞു. പ്രിയ, ദാ ഇത് കണ്ടോ, നമ്മുടെ എഗ്രിമെന്റ്. ഇതിനി അധികം ദിവസങ്ങളില്ല. ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. ഈ 365 ദിവസങ്ങൾ പൂർത്തിയായാൽ നീ ഈ കരാറിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രയാണ്. പ്രിയയുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. അവൾ ശാന്തമായി മറുപടി നൽകി. എനിക്കറിയാം സാർ. കലണ്ടറിലെ ഓരോ ദിവസവും വെട്ടിനീക്കി ഞാൻ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു.
ഈ കുറഞ്ഞ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും അടുത്തേക്ക് മടങ്ങും. അവളുടെ വാക്കുകൾ വിജയന്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടാക്കി. അവൻ പെട്ടെന്ന് ആ ഫയൽ താഴെ വെച്ച് പ്രിയയുടെ അരികിലേക്ക് വന്ന് അതീവ ആർദ്രതയോടെ അവളുടെ കൈകളിൽ പിടിക്കാനാഞ്ഞു. പക്ഷേ എനിക്ക് ഈ കരാർ ഇനി നീട്ടണം പ്രിയ. 1 വർഷത്തേക്ക് കൂടിയല്ല, എൻ്റെ ആയുസ് മുഴുവൻ നിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്താൻ കൊതിയാവുന്നു. ഇന്ന് നിന്റെ അമ്മയുടെയും അനിയത്തിയുടെയും മുന്നിൽ ഞാനൊരു നല്ല ഭർത്താവായി അഭിനയിച്ചപ്പോഴാണ് ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞത്. ഞാൻ അഭിനയിക്കുകയായിരുന്നില്ല പ്രിയ. പണം കൊണ്ട് നിന്നെ വാങ്ങാൻ നോക്കിയത് എൻ്റെ അഹങ്കാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്റെ നന്മ കണ്ട് ഞാൻ അത്രമേൽ നിന്നെ പ്രണയിക്കുന്നു. വിജയുടെ വാക്കുകൾ കേട്ട പ്രിയ ഒരടി പുറകോട്ട് മാറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വാക്കുകളിൽ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. വേണ്ട സാർ, എന്നെ തുടരുത്. ഇന്ന് എൻ്റെ അമ്മയുടെ മുന്നിൽ സാർ കാണിച്ച ആ വലിയ മനസ്സിന് ഞാൻ ജീവിതകാലം മുഴുവൻ നന്ദിയുള്ളവളായിരിക്കും. പക്ഷെ പണം തന്ന് എന്നെ ഒരു വസ്തുവിനെ പോലെ വാങ്ങിയ ആ ആദ്യ നിമിഷമുണ്ടല്ലോ, അന്ന് തന്നെ എൻ്റെ മനസ്സിലെ സ്നേഹം മരവിച്ചു പോയതാണ് സാർ. 1 വർഷം നമ്മൾ ഒരേ മുറിയിൽ കഴിഞ്ഞിട്ടും ഞാൻ സാറിന് തന്നിട്ടുള്ളത് ഒരു നല്ല സുഹൃത്തിൻ്റെ സ്ഥാനം മാത്രമാണ്. ഒരു കരാർ ഭാര്യയായി ഇനിയും ഈ വീട്ടിൽ തുടരാൻ എൻ്റെ ആത്മാഭിമാനം സമ്മതിക്കില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ പടികൾ ഇറങ്ങും. വിജയ് തകർന്നു പോയി. പ്രിയ, ഞാൻ മാറി പ്രിയ. പണത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് ഒരവസരം കൂടി തന്നുകൂടെ? നിങ്ങൾ മാറിയത് നിങ്ങളുടെ നല്ലതിന്. പക്ഷെ ഞാനിവിടെ വന്നത് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ പ്രണയം നേടാനല്ല. പ്രിയ അത് പറഞ്ഞ് മുഖം തിരിച്ചു. ബംഗ്ലാവിലെ ആ വികാരനിർഭരമായ രാത്രി കടന്നുപോയി. പിറ്റേന്ന് പ്രിയയും കുടുംബത്തെയും കാത്തിരുന്നത് മറ്റൊരു വലിയ പരീക്ഷണമായിരുന്നു. അങ്ങ് നാട്ടിൽ പ്രിയയുടെ ചെറിയ വീട്ടിൽ മീനുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും അവൻ്റെ മാതാപിതാക്കളും വന്നിരിക്കുകയാണ്. ഭാരതിയമ്മ അവർക്ക് ചായയും പലഹാരവും നൽകി സൽക്കരിക്കുന്നുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. പയ്യന്റെ അച്ഛൻ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് അതീവ ഗൗരവത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഭാരതിയമ്മേ, നമ്മൾ ഈ കല്യാണവുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരണം. നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വിശ്വനാഥ് സാറിന്റെ മകൻ വിജയ് എന്തിനാണ് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ മൂത്ത മകൾ പ്രിയയെ കല്യാണം കഴിച്ചത്? അവർ തമ്മിൽ പൊരുത്തമില്ലല്ലോ. അവർ വലിയൊരു തുക വാങ്ങിയാണ് ആ വീട്ടിലേക്ക് പോയതെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ടെന്ന് ഞങ്ങൾക്കും സംശയമുണ്ട്. വിജയുടെ അച്ഛൻ വിശ്വനാഥ് സാർ നേരിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഈ കല്യാണം ഉറപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇതിന് സമ്മതിക്കൂ. അല്ലെങ്കിൽ ഈ ആലോചന നമുക്കിവിടെ വെച്ച് നിർത്താം. അവരുടെ ആ കടുത്ത വാക്കുകൾ കേട്ട് ഭാരതിയമ്മയുടെയും മീനുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ഈ സമയം ഓഫീസിലെ തൻ്റെ ക്യാബിനിലിരുന്ന് ഫോൺ ചെയ്ത പ്രിയയോട് മീനു കരഞ്ഞുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. പയ്യന്റെ വീട്ടുകാർ സംശയം പറഞ്ഞ് കല്യാണം മുടക്കാൻ ഭീഷണിപ്പെടുത്തുന്ന കാര്യം കേട്ടതും പ്രിയയുടെ നെഞ്ച് തകർന്നുപോയി. വിജയിയോട് അച്ഛനെയും കൂടി തൻ്റെ വീട്ടിൽ വരാൻ ആവശ്യപ്പെടാൻ അവളുടെ ആത്മാഭിമാനം അനുവദിച്ചില്ല. അവൾ ഫോൺ കട്ട് ചെയ്ത് സീറ്റിലിരുന്ന് കണ്ണീർ തുടച്ചു. എന്നാൽ പ്രിയ ഫോണിൽ സംസാരിക്കുമ്പോൾ വിജയ് അവിചാരിതമായി അവളുടെ ക്യാബിന് പുറത്തുണ്ടായിരുന്നു. അവൾ കരയുന്നതും മീനു പറഞ്ഞ കാര്യങ്ങളും വിജയ് കൃത്യമായി കേട്ടു. തൻ്റെ പണം കാരണം പ്രിയയുടെ കുടുംബത്തിൻ്റെ അന്തസ്സിന് ഒരു കോട്ടവും തട്ടാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ ഒട്ടും സമയം കളയാതെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ പ്രിയയുടെ വീട്ടിൽ പയ്യന്റെ വീട്ടുകാർ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഭാരതിയമ്മ കൈകൾ കൂപ്പി അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. പെട്ടെന്നാണ് വീടിന്റെ പുറത്ത് 1ലധികം ആഡംബര കാറുകൾ വന്നു നിൽക്കുന്ന വലിയ ശബ്ദം കേട്ടത്. ആദ്യം കാറിൽ നിന്നിറങ്ങിയത് തികഞ്ഞ പ്രൗഢിയോടെ വിശ്വനാഥ സാറായിരുന്നു. തൊട്ടുപുറകെ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് അതീവ ഗാംഭീര്യത്തോടെ വിജയും ഇറങ്ങി വന്നു. അവരുടെ കൂടെ വില കൂടിയ പഴങ്ങളും മധുരപലഹാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ താലങ്ങളുമായി ഒരു സംഘം ആളുകളും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും പയ്യന്റെ വീട്ടുകാർ ഞെട്ടി എഴുന്നേറ്റ് ബഹുമാനത്തോടെ കൈകൂപ്പി നിന്നു. വിശ്വനാഥ സാർ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വന്ന് ഭാരതിയമ്മയോട് പറഞ്ഞു. ഭാരതിയമ്മേ, മരുമകന്റെയും എന്റെയും ബിസിനസ് തിരക്കുകൾ കാരണം ഇങ്ങോട്ട് വരാൻ അല്പം വൈകി, ക്ഷമിക്കണം. ദാ എൻ്റെ മകൻ വിജയ് തന്നെയാണ് മീനുവിൻ്റെ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. വിജയ് മുന്നോട്ട് വന്ന് പയ്യന്റെ അച്ഛൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൻ ഉറച്ച ശബ്ദത്തിൽ പയ്യന്റെ അച്ഛനോട് പറഞ്ഞു. എൻ്റെ ഭാര്യ പ്രിയയെ ഈ വീട്ടിൽ നിന്നും ഞാൻ കല്യാണം കഴിച്ചത് അവളുടെ നന്മയും സംസ്കാരവും കണ്ടിട്ടാണ്. പ്രിയ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി എൻ്റെ അനിയത്തി മീനുവിൻ്റെ കാര്യം. അവളുടെ കല്യാണം നാട്ടിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏറ്റവും ഗംഭീരമായി ഈ വിജയ് വിശ്വനാഥ് നടത്തിത്തരും. ഇതിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? വിജയുടെ ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് പയ്യന്റെ വീട്ടുകാർ പൂർണ്ണമായും അമ്പരന്നു പോയി. അവരുടെ എല്ലാ സംശയങ്ങളും മാറി. അവർ സന്തോഷത്തോടെ കല്യാണത്തിന് സമ്മതിച്ചു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് ഓഫീസിൽ നിന്നും പ്രിയയും അവിടെ ഓടിയെത്തിയിരുന്നു. വാതിൽക്കൽ നിന്ന് വിജയ് തന്റെ കുടുംബത്തിന്റെ അന്തസ്സും ആത്മാഭിമാനവും കാത്തു സൂക്ഷിക്കുന്നത് കാണുമ്പോൾ പ്രിയയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം വിജയോടുള്ള പ്രണയം പ്രിയയുടെ ഉള്ളിൽ വളരെ ശക്തമായി. പിറ്റേന്ന് ഓഫീസിൽ വെച്ച് ആ മനോഹരമായ നിമിഷം സംഭവിച്ചു. വിജയ് തന്റെ ചെയറിലിരുന്ന് ഫയലുകൾ നോക്കുമ്പോഴാണ്
പ്രിയ ഒരു കപ്പ് കാപ്പിയുമായി അങ്ങോട്ട് വന്നത്. കാപ്പി ടേബിളിൽ വെക്കുമ്പോൾ വിജയ് അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് വിജയുടെ കയ്യിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഫയൽ താഴേക്ക് വീണു. രണ്ടുപേരും ഒന്നിച്ച് അതെടുക്കാൻ താഴേക്ക് കുനിഞ്ഞതും പെട്ടെന്ന് പ്രിയയുടെ നെറ്റി വിജയുടെ നെറ്റിയിൽ ശക്തമായി ഇടിച്ചു. പ്രിയ വേദന കൊണ്ട് അമ്മയെന്ന് വിളിച്ച് നെറ്റിയിൽ കൈവച്ചു. വിജയ് പരിഭ്രാന്തനായി എഴുന്നേറ്റു. അയ്യോ സോറി പ്രിയ, ഒത്തിരി വേദനിച്ചോ? വിജയ് പതുക്കെ പ്രിയയുടെ കൈമാറ്റി അവളുടെ നെറ്റിയിലേക്ക് നോക്കി. അവിടെ ചെറിയൊരു ചുവപ്പ് പാട് വീണിട്ടുണ്ടായിരുന്നു. വിജയ് മറ്റൊന്നും ആലോചിക്കാതെ തന്റെ കൈകൾ വായോട് ചേർത്ത് ഊതി ചൂട് പിടിപ്പിച്ച് ആ കൈകൊണ്ട് പ്രിയയുടെ നെറ്റിയിൽ പതുക്കെ തലോടി ആശ്വസിപ്പിച്ചു. ആ നിമിഷം പ്രിയ തികച്ച് ശ്രദ്ധയായിപ്പോയി. വിജയിന്റെ കണ്ണുകളിലെ ആ ആത്മാർത്ഥമായ സ്നേഹവും കരുതലും അവളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി. വിജയിയോട് തനിക്ക് തോന്നിയിട്ടുള്ളത് വെറുമൊരു സൗഹൃദമല്ല, മറിച്ച് ജീവനേക്കാൾ വലിയ പ്രണയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അവൾ കണ്ണെടുക്കാതെ വിജയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പ്രിയ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന് വിജയുടെ കൈകളിൽ നിന്നും മാറി നിന്നു. അവളുടെ നെഞ്ച് പടപടാം ഇടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകാം സാർ എന്നിടറിയ ശബ്ദത്തിൽ പറഞ്ഞ് അവൾ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. വിജയ് അവൾ പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ നിന്നു. അവൾക്കും തന്നോട് ഇഷ്ടമുണ്ടെന്ന് വിജയ്ക്ക് ഉറപ്പായ നിമിഷമായിരുന്നു അത്. കരാർ അവസാനിക്കാൻ ഇനി ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയ് പ്രിയയും കൂട്ടി നിർബന്ധിച്ചൊരു വലിയ ഷോപ്പിംഗ് മാളിലേക്ക് വന്നു. പ്രിയ ഒന്നും മിണ്ടാതെ വിജയുടെ കൂടെ നടക്കുകയാണ്. വിജയ് അവളെ ഒരു വലിയ സിൽക്ക് സാരി ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രിയ, നാളെ നമ്മുടെ കരാറിന്റെ അവസാന ദിവസമാണ്. നാളെ രാത്രി വിശ്വനാഥൻ ഗ്രൂപ്പിന്റെ വലിയൊരു ബിസിനസ് പാർട്ടിയുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്യണം. ഈ കടയിൽ വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരി സെലക്ട് ചെയ്യണം. നാളത്തെ പാർട്ടിയിൽ നീ അത് ഉടുക്കണം. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. പ്രിയ കുറച്ചുനേരം വിജയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. വിജയുടെ കണ്ണുകളിലെ ആ അപേക്ഷയും വേദനയും കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെച്ച് അവൻ കാണിച്ച ആ കരുതലും ഓർമ്മ വന്നപ്പോൾ അവൾക്ക് മറുത്തു പറയാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ തലയാട്ടി ഒരു മനോഹരമായ ചുവപ്പ് സാരി തിരഞ്ഞെടുത്തു. വിജയ് അത് സന്തോഷത്തോടെ വാങ്ങി. ആ സാരി വാങ്ങി കാറിലേക്ക് നടക്കുമ്പോൾ വിജയ് പതുക്കെ പ്രിയയുടെ കൈകളിൽ പിടിച്ചു. ഇത്തവണ പ്രിയ കൈമാറ്റിയില്ല. അവൾ വിജയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. ആ നോട്ടത്തിൽ അവൾക്ക് വിജയോടുള്ള പ്രണയം പൂർണ്ണമായി മുളഞ്ഞിരിപ്പുണ്ടായിരുന്നു. എങ്കിലും ആത്മാഭിമാനം എന്ന വലിയ മതിൽ കാരണം അവൾ അത് പുറത്തു കാണിച്ചില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഭയത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിച്ച ആ 365-ാമത്തെ ദിവസം വന്നെത്തി. രാവിലെ 8 മണിക്ക് വിജയ് കട്ടിൽ നിന്നുണരുമ്പോൾ പ്രിയ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ തന്റെ വസ്ത്രങ്ങളും സാധനങ്ങളുമെല്ലാം വളരെ പതുക്കെ ഒരു ചെറിയ ബാഗിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ശൂന്യതയും സങ്കടവും ഉണ്ടായിരുന്നു. പ്രിയ, നീ എന്തായി ചെയ്യുന്നത്? ഇന്ന് രാത്രി നമ്മുടെ കമ്പനിയുടെ വലിയൊരു പാർട്ടി ഉള്ളതല്ലേ? വിജയുടെ ശബ്ദം വല്ലാതെ ഇടർന്നുണ്ടായിരുന്നു. പാർട്ടിക്ക് ഞാൻ വരും സാർ. കാരണം ഇന്ന് രാത്രി 12 മണി വരെയാണ് നമ്മുടെ കരാർ. അത് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രയാണ്. അതുകൊണ്ട് ഇപ്പോഴേ ബാഗ് റെഡിയാക്കി വെച്ചു എന്ന് മാത്രം, പ്രിയ പറഞ്ഞു. രാത്രിയായി. വിശ്വനാഥൻ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ടി നടക്കുകയാണ്. ചുവപ്പ് സാരിയെടുത്ത് ദേവതയെപ്പോലെ അതീവ സുന്ദരിയായാണ് പ്രിയ പാർട്ടിയിൽ പങ്കെടുത്തത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിജയ് അവളെ തന്റെ ഭാര്യയായ അഭിമാനത്തോടെ പരിചയപ്പെടുത്തി. സമയം വളരെ വേഗത്തിൽ കടന്നുപോയി. ഒടുവിൽ ആ വലിയ ഹാളിലെ വലിയ ക്ലോക്ക് രാത്രി 12 അടിച്ചു. പെട്ടെന്ന് പ്രിയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിജയുടെ അരികിലേക്ക് നടന്നു ചെന്നു. പ്രിയ ഒട്ടും മടിക്കാതെ തന്റെ കഴുത്തിലെ ആ മഞ്ഞ ചരടിലുള്ള താലി പതുക്കെ ഊരിയെടുത്തു. എന്നിട്ടത് വിജയുടെ വിറയ്ക്കുന്ന കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു. മിസ്റ്റർ വിജയ്, നമ്മുടെ കരാർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 1 വർഷം എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ തന്ന ആ പണത്തിനും ഈ അഭയത്തിനും ഞാൻ നന്ദിയുള്ളവളാണ്. ഞാൻ പോകുന്നു. പ്രിയ തന്റെ ബാഗും എടുത്ത് ആ വലിയ ഹാളിന്റെ പടികളിറങ്ങി പുറത്തേക്ക് നടന്നു. വിജയ് അവൾക്ക് പിറകെ ഓടാനാഞ്ഞെങ്കിലും വിശ്വനാഥ സാർ വന്ന് വിജയുടെ കൈകളിൽ പിടിച്ചു തടഞ്ഞു. ഡാഡ്, എന്നെ വിടൂ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, വിജയ് വിശ്വനാഥ സാറിനോടായി പറഞ്ഞു. വിശ്വനാഥ സാർ വിജയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പണം കൊണ്ട് പ്രിയയുടെ ശരീരത്തെ മാത്രമേ നിനക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ വിജയ്, അവളുടെ മനസ്സിനെയല്ല. ഒരു കോടീശ്വരന്റെ അഹങ്കാരവും ഈ വലിയ കോട്ടും സീറ്റുമെല്ലാം ഇവിടെ ഊരി വെച്ചിട്ട് വെറും ഒരു സാധാരണക്കാരനായി അവളുടെ കാൽക്കച്ചെന്ന് മാപ്പ് ചോദിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മാത്രം നീ അവളെ തിരികെ വിളിക്കാൻ പോവുക. പിറ്റേന്ന് വൈകുന്നേരം പ്രിയ തന്റെ ചെറിയ വീട്ടിൽ ജനലരികിലിരുന്ന് കരയുകയായിരുന്നു. വിജയോടൊപ്പം കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിൽ ഒരു തിരമാല പോലെ കടന്നുപോയി. പെട്ടെന്നാണ് വീടിന് പുറത്ത് ആരോ വന്ന് നിൽക്കുന്നതായി അവൾക്ക് തോന്നിയത്. അവൾ വാതിൽ തുറന്നു. പുറത്തെ കാഴ്ച കണ്ട് അവൾ ശ്രദ്ധയായി നിന്നുപോയി. അവിടെ വലിയ ആഡംബര കാറുകളോ സെക്യൂരിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കോട്ടും സ്യൂട്ടുമെല്ലാം അഴിച്ചു മാറ്റിവെച്ച് ഒരു സാധാരണ മുണ്ടും ഷർട്ടുമിട്ട് കരഞ്ഞു കലങ്ങി കണ്ണുകളോടെ വിജയ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പ്രിയയെ കണ്ടതും വിജയ് അവരുടെ കാൽക്കൽ മുട്ടുകുത്തി വീണു. അവൻ പ്രിയയുടെ പാദങ്ങളിൽ തൊട്ടുകൊണ്ട് കുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാപ്പ് തരണം പ്രിയ. പണം മാത്രമാണ് വലിയ കാര്യമെന്ന് ചിന്തിച്ച എനിക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി തന്നത് നീയാണ്. ഈ വിശ്വനാഥൻ ഗ്രൂപ്പിന്റെ കോടികളുടെ സ്വത്തുക്കളോ പദവിയോ ഒന്നും ഇനി എനിക്ക് വേണ്ട. എനിക്ക് നീ മാത്രം മതി. മരിക്കുന്നത് വരെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാൻ എനിക്കൊരു അവസരം കൂടി തരണം പ്രിയ, വിജയ് വിതുമ്പലോടെ പറഞ്ഞു.
വിജയുടെ ആ യഥാർത്ഥ മാറ്റവും അവൻ്റെ കണ്ണീരും കണ്ട പ്രിയയുടെ ഉള്ളിലെ എല്ലാ വാശിയും ഒരു നിമിഷം കൊണ്ട് ഉരുക്കിത്തീർന്നു. അവൾ കരഞ്ഞുകൊണ്ട് താഴേക്കിരുന്ന് വിജയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. വിജയ്! പ്രിയ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവനെ പേരെടുത്ത് വിളിച്ചു. വിജയ് പതുക്കെ അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും പ്രിയ അന്ന് രാത്രി ഊരിവെച്ച ആ മഞ്ഞ ചരടിലുള്ള താലി പുറത്തെടുത്തു. അവൻ അതീവ പ്രണയത്തോടെയും ഭക്തിയോടെയും ആ താലി വീണ്ടും പ്രിയയുടെ കഴുത്തിൽ ചാർത്തി. പ്രിയ അവനിലേക്ക് ഒന്നുകൂടി അടുത്തു ചേർന്നു. ദൂരെ മാറി നിന്നും ഭാരതീയമ്മയും അനിയത്തി മീനുവും വിശ്വനാഥ സാറും സന്തോഷത്തോടെ കണ്ണീർ തുടച്ചുകൊണ്ട് ഈ മനോഹരമായ കാഴ്ച നോക്കി നിന്നു. കോടികളുടെ പണത്തിനു മുകളിൽ യഥാർത്ഥ പ്രണയവും ആത്മാഭിമാനവും ഒരുപോലെ വിജയിച്ച നിമിഷം. മനോഹരമായ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി.